പിനാക്കിൾ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഡാറ്റ എന്താണെന്ന് ഇന്ന് നമുക്കറിയാം. നമ്മുടെ കൂടെ ഉള്ളത് ഡാറ്റ കൊണ്ട് അമ്മാനമാടുന്ന, ഡാറ്റ കൊണ്ട് ബിസിനസ് സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യുന്ന, പ്രാക്ടിക്കലി വെൽ എക്സ്പീരിയൻസ്ഡ് ഡാറ്റ അനലിസ്റ്റ് ഷാഹിനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഷാഹിൻ, യെസ്, സുഖല്ലേ? വളരെ. മലയാളികൾക്ക് ഡാറ്റ എന്ന് പറയുമ്പോൾ കേരളത്തിലൊക്കെ ഉണ്ടാകുന്ന വിവാദങ്ങൾ വരുമ്പോഴാണ് എന്താണ് ഡാറ്റ എന്നറിയുന്നത്. ശരിക്കും എന്താണ് ഡാറ്റ? എനിക്ക് ഡേറ്റ എന്താന്ന് വെച്ചാൽ എനിത്തിങ് വിച്ച് ഹാസ് റോസ് ആൻഡ് കോളംസ്, എക്സൽ ഷീറ്റ്. ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഐ നോ ഹൗ ടു അനലൈസ് ഇറ്റ്. അതാണ് സിമ്പിളായിട്ട് ഡേറ്റ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഡേറ്റ അനാലിസിസ്. ഇറ്റ് ഹാസ് ഡിഫറെന്റ് സെറ്റ് ഓഫ് ഇറ്റ്, ഡിഫറെന്റ് സ്റ്റെപ്സ് ഫോർ ഇറ്റ്. അത്രേ ഉള്ളൂ. ബിസിനസ്സിൽ ഇതിനെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും? ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. ദർ ആർ ടു ടൈപ്സ് ഓഫ് ബിസിനസ്സസ്. വൺ ഈസ് വിച്ച് ഈസ് റണ്ണിങ് ഓൾറെഡി. അവർക്ക് ഓൾറെഡി ഡേറ്റ കയ്യിലുണ്ടാവും. ആ ഡേറ്റ ഉണ്ടാകുന്ന സമയത്ത് ഇറ്റ്സ് വെരി ഈസിയർ ഫോർ ദ ബിസിനസ് ടു ഗ്രോ. കാരണം ആ ഡേറ്റ വെച്ചിട്ട് യു ക്യാൻ സീ വാട്ട് വാസ് ഡൺ, എന്തായിരുന്നു മുമ്പ് നടക്കുന്നത്, ആൻഡ് വാട്ട് ക്യാൻ ബി ഫോർകാസ്റ്റഡ്. ഈ പോക്ക് പോവുകയാണെങ്കിൽ വാട്ട് വിൽ യു മേക്ക് ആസ് ഇൻ റവന്യൂ ആൻഡ് യുവർ തിങ്സ്. അത് അങ്ങനെ മനസ്സിലാവും. എക്സിസ്റ്റിംഗ് ബിസിനസ്. ന്യൂ ബിസിനസ് ആകുന്ന സമയത്ത് ഡേറ്റ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്റ്റഡിയാണ്. അതെ, നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആ ബിസിനസ്സിന്റെ മാർക്കറ്റ് സ്റ്റഡി പ്രോപ്പറായിട്ട് പുറത്തുനിന്ന് യു ഹാവ് ഡിഫറെൻറ്റ് സോഴ്സസ്. എവിടെ നിന്നാണെങ്കിലും ഡേറ്റ എടുക്കുക, അനലൈസ് ദാറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഈ ബിസിനസ് ഞാൻ ചെയ്യണോ വേണ്ടേ, ചെയ്യുകയാണെങ്കിൽ ഏത് രീതിയിൽ ചെയ്യണം. അപ്പോൾ മാർക്കറ്റ് സ്റ്റഡി ഡേറ്റ ഈസ് ദ ഡേറ്റ ഫോർ ന്യൂ കമേഴ്സ്. ഇപ്പം നിലവിലൊരു ബിസിനസ് ഷാഹിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഡാറ്റ കണ്ടാൽ ഈ കുട്ടി ജീവിക്കോ, മുന്നോട്ട് പോവോ, അല്ലെങ്കിൽ മരിക്കോ എന്നുള്ളത് പറയാൻ പറ്റും. യെസ്, ഡെഫിനറ്റ്ലി. അങ്ങനെ എത്ര ബിസിനസിനെ നിങ്ങൾ ജീവിപ്പിച്ചിട്ടുണ്ട്? എണ്ണം അങ്ങനെ പറയാനില്ല, ബട്ട് ഐ ട്രൈ ഡിഫറെന്റ് ബിസിനസ്സസ്. ഞാൻ പലതിലും കാല് വെച്ചിട്ടുണ്ട്. നല്ലൊരു ബിസിനസ് വിച്ച് ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഡേറ്റ ടു സ്റ്റാർട്ട് വിത്ത് വാസ് ഡങ്കിൻ. ഡങ്കിന്റെ ഡേറ്റ അനാലിസിസ് ചെയ്ത സമയത്ത് ഇറ്റ്സ് വാസ് വെരി ഈസി ടു ഗെറ്റ് ഡേറ്റ ബിക്കോസ് ഇറ്റ്സ് എ വെരി ബിഗ് കമ്പനി. US ബ്രാൻഡാണ്. ഹിയർ 15-20 years ആയിട്ട് ഇവിടെ ഉള്ള ബിസിനസ്സാണ്. സോ ലോട്ട്സ് ഓഫ് ഡേറ്റ വാസ് ദേർ. അവിടെ എങ്ങനെ എത്തിപ്പെട്ടു? അവിടെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഉണ്ടായിരുന്നു. ആ സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ എന്നെ ഹയർ ചെയ്യുന്ന ഒരു ടാലന്റ് അക്വിസിഷൻ ടീമാണ്. അവരെന്നെ ഹയർ ചെയ്തു ബേസ്ഡ് ഓൺ മൈ കേപ്പബിലിറ്റീസ്. ഹയർ ചെയ്ത് വന്ന സമയത്ത് ഇറ്റ് ഈസ് എ സ്റ്റാർട്ടപ്പ് വിച്ച് ഹാസ് നോട്ട് സ്റ്റാർട്ടഡ് യെറ്റ്. അതിന് ആപ്പ് ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐ വോണ്ടഡ് ടു ലേൺ ദാറ്റ്. അതുകൊണ്ട് ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്തപ്പോൾ മനസ്സിലായത് ദ സെയിം ഓണേഴ്സ് ദേ ഓൺ ഡങ്കിൻ ഓൾസോ. ഞാൻ ഇരിക്കുന്ന ഓഫീസിന്റെ താഴത്തെ ഫ്ലോറിൽ ഡങ്കിൻ ഉണ്ട്. സോ ഒബ്വിയസ്ലി ഐ ഹാഡ് ദാറ്റ് എനർജി. എനിക്ക് ആ ഡങ്കിനൊന്ന് ട്രൈ ചെയ്യണം, ഡേറ്റ ഒന്ന് കാണണം എന്നുള്ള ആ ഇൻട്രസ്റ്റ് കാരണം ഐ പിച്ച്ഡ്. എനിക്ക് ഡേറ്റ അനാലിസിസിൽ ഒന്ന് ട്രൈ ചെയ്യണം ഡങ്കിന് വേണ്ടി. എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ ജോയിൻ ചെയ്തതിനു ശേഷം അവിടെ വന്നത്? ഡങ്കിൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഫ്രീലാൻസിലാണ്. സോ അവരുടെ ഡേറ്റ ആദ്യം അനലൈസ് ചെയ്ത് ബേസിക്സ് അവർക്ക് പറഞ്ഞു കൊടുത്തു. സംഭവങ്ങൾ അവർക്ക് മനസ്സിലായതിനു ശേഷം നൗ ഹൗ ക്യാൻ വി ഗ്രോ ദിസ് ആൻഡ് യു നീഡ് ടു സേ വേർ ഡു യു വാണ്ട് ടു ജോയിൻ. നിന്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് വി ഡോണ്ട് നോ. ഞങ്ങൾക്കൊരു ഡേറ്റ അനാലിസിസ്റ്റ് എപ്പോഴും ഒരിക്കലും ഉണ്ടായിട്ടില്ല. സോ വി ഡോണ്ട് ഈവൻ അമേരിക്കൻ ബ്രാൻഡായിട്ട് പോലും ഒരു ഡാറ്റ അനലിസ്റ്റ് അവർക്ക് ഉണ്ടായിട്ടില്ല. So they asked me, നീ ഏത് ഡിപ്പാർട്ട്മെന്റിൽ പോകും? നത്തിങ്, they didn't know anything. So I was like, okay, I'll go into marketing. ബിക്കോസ് എനിക്ക് ഓൾറെഡി മൈൻഡിൽ ഉണ്ടായിരുന്നു ഡേറ്റ എൻ്റെ കയ്യിലുണ്ട്, ബെസ്റ്റ് പ്ലേസ് ടു അപ്ലൈ ഇറ്റ് ഈസ് ഇൻ മാർക്കറ്റിംഗ്. സോ മാർക്കറ്റിംഗ് ടീമിൽ കയറിയിട്ട് ഐ സ്റ്റാർട്ടഡ് വിത്ത് ദ ഡേറ്റ. അപ്പോൾ ഡേറ്റ എന്ന് പറയുമ്പോൾ അവർക്ക് ഓൾറെഡി ഡേറ്റ ആസ് ഇൻ സെയിൽസ് ഉള്ളത്, പക്ഷെ കസ്റ്റമർ സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റ അല്ലാന്ന് കണ്ടപ്പോൾ ദേ വാണ്ടഡ് എ ഡങ്കിൻ ലോയൽറ്റി ആപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ആ കമ്പനിയിലേക്ക്. ലോയൽറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട്? ഐ ഹാവ് ഡൺ 4 years ഇൻ ലോയൽറ്റി. സോ അത് റെസ്റ്റോറൻറ്റ്, ഡിഫറെൻറ്റ് സലൂൺസ്, ഡിഫറെൻറ്റ് ബിസിനസ്സസ്, കുറേ ബിസിനസ്സസിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരുടെയും ലോയൽറ്റി ഞാൻ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് 80-20 റൂൾ ഉണ്ട്. 80% ഓഫ് യുവർ റവന്യൂ കംസ് ഫ്രം 20% ഓഫ് യുവർ ലോയൽ കസ്റ്റമേഴ്സ്, മോസ്റ്റ് ലോയൽ കസ്റ്റമേഴ്സ്. സോ അത് സ്ഥിരമായിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യുന്നൊരു ലോജിക്കാണ്. ബട്ട് ഇറ്റ് വേരീസ് എ ബിറ്റ് ഡിഫറെൻറ്റ് കമ്പനീസിൽ. സോ ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഡങ്കിനിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം അവർക്ക് ഐഡിയ കൊടുത്തു വാട്ട് ഷുഡ് ബി ഡൺ. എന്നിട്ട് ഡേറ്റ അനാലിസിസ് കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ റിപ്പോർട്ട്സും ഡാഷ്ബോർഡ്സും ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി. സോ ഐ കെപ്റ്റ് ഇറ്റ് ഓൺ ദ ലൂപ്പ് ദാറ്റ് ഫോർ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എല്ലാവർക്കും ഡേറ്റ അവൈലബിൾ ആണ് ഇൻ ദ വേ ദേ വാണ്ട്. എല്ലാവർക്കും ഡിഫറെൻറ്റ് KPIs അവരുടെ KPI അനുസരിച്ച് ഞാൻ കൊടുത്തു. പിന്നെ എങ്ങനെയാണ് ഡങ്കിന്റെ ആപ്പ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെന്നുള്ളത് നമുക്കറിയാൻ പറ്റിയിട്ടുണ്ട്? ഡങ്കിന് ലോയൽറ്റി ആപ്പാണ് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടായിരുന്നത്. സോ ഐ വാണ്ടഡ് ദാറ്റ് ഓൾസോ ബിക്കോസ് കസ്റ്റമർ ഡേറ്റ അപ്പോഴേ കിട്ടുള്ളൂ. ഏത് കസ്റ്റമർ എന്ത് വാങ്ങുന്നു എന്നുള്ള ഡേറ്റ കിട്ടണമെങ്കിൽ ആപ്പ് വേണം.
ദെയർ ഡീറ്റെയിൽ ഷുഡ് ബി ദെയർ. സോ ഞാൻ അതിന് വേണ്ടിയിട്ട് അവരുടെ ആപ്പ് ഡെവലപ്മെൻറ്റ് ടീമുമായിട്ട് സംസാരിച്ചതിന് ശേഷം വാട്ട് എവർ നീഡ്സ് ടു ബി ഡൺ ഓൺ ദ ആപ്പ് ഞാൻ അതിൻ്റെ ഒരു ഫുൾ ഐഡിയ ഉണ്ടാക്കി കൊടുത്തു. ഐ ബിക്കേം ദ പ്രൊജക്ട് ലീഡർ ഫോർ ഇറ്റ്. സാധനം ഫുള്ള് സെറ്റ് ചെയ്ത് ആപ്പ് ലോഞ്ച് ചെയ്തു. 100,000 കസ്റ്റമേഴ്സ് ആവുന്നത് വരെ ഫോർ ഓൾ ദീസ് കസ്റ്റമേഴ്സ് അവർ സംസാരിക്കുന്നത് എന്നോട് തന്നെയാണ്. അതെ, ഞാൻ ടീം ബിൽഡ് ചെയ്യുന്നത് തുടങ്ങിയിട്ടില്ല. ഐ വാസ് ജസ്റ്റ് ഡൂയിങ് ഓൾ ദ തിങ്സ് മൈസെൽഫ്. മറ്റ് ആപ്പുകളിൽ നിന്ന് ഈ ഡൺകിൻ്റെ ആപ്പിനെ എങ്ങനെ നിങ്ങൾ ഈസി ആൻഡ് കൺവീനിയൻ്റ് ആക്കി? ചോയ്സ് ഓഫ് പ്രോഡക്ട്സ് ഒക്കെ വരുന്ന സമയത്ത് ചോയ്സ് ഓഫ് പ്രോഡക്ട്സിൻ്റെ മേലെ ഞാൻ കളിച്ചിട്ടില്ല. ബട്ട് യൂസർ ഇൻ്റർഫേസ് UI എങ്ങനെ ബെറ്റർ ആക്കാം ഫോർ ദം, ആ എക്സ്പീരിയൻസും UXും ആ എക്സ്പീരിയൻസ് അവർക്ക് എങ്ങനെ ബെറ്റർ ആക്കാം. ഈസി ആക്സസ് ടു ഓൾ ദ ഓഫേഴ്സ്. മെയിൻലി ഡങ്കിലിൽ വാല്യൂ ഓഫേഴ്സ് കുറേ റൺ ചെയ്യുന്നുണ്ട്. അതെ. സോ വാസ് ലൈക്ക് ഫസ്റ്റ് അതിനെ കേറ്റർ ചെയ്യാം. മുന്നേ തന്നെ ഓഫറുകൾ ഉണ്ടാവും. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഡിഫറെൻറ്റ് ഓഫേഴ്സ്. അപ്പോൾ ആൾക്കാർ ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആവും. ഈ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ എനിക്ക് ഇന്നത്തെ ബെസ്റ്റ് ഓഫർ കിട്ടും എന്ന് വിചാരിച്ചിട്ട് അവരത് തുറക്കും. ആൻഡ് ദേ വിൽ ഗെറ്റ് ദ ബെസ്റ്റ് ഓഫർ. കോംബോസ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ആപ്പിൽ എന്തെങ്കിലും ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് കൊണ്ടുവന്നിട്ടുണ്ടോ? ബിക്കോസ് ഡേറ്റ ഓൾറെഡി അവിടെ ഉണ്ടല്ലോ. സോ ഡാഷ്ബോർഡ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ലെറ്റ്സ് സേ ഒരു അമേരിക്കാനോ എടുത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ഷോ ഈ അമേരിക്കാനോ വാങ്ങുന്ന ആൾ ഏത് ഡോണറ്റാണ് വാങ്ങുന്നത് ഡേറ്റയിൽ നിന്ന് വളരെ ക്ലിയർ ആയി മനസ്സിലാവും. സോ ലെറ്റ്സ് സേ ഇത് ഏത് ബിസിനസ്സിന് അപ്ലൈ ചെയ്യാം. ഏത് ബിസിനസ്സിൻ്റെ ഡേറ്റയിൽ ഈ റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിൽ ദേ വിൽ ഹാവ് പ്രോഡക്ട്സ് ലൈക്ക് ദിസ്. ഞാൻ ചായ കുടിക്കുന്ന ഒരാളാണ്, ചായ ക്ലിക്ക് ചെയ്യുന്നത്, ചായൻ്റെ കൂടെ ആൾക്കാർ പൊറാട്ടയും ബീഫും ആണ് പ്രിഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ പൊറാട്ടയും ബീഫും പ്രിഫർ ചെയ്യുന്ന ആൾ യൂഷ്വലി ചായയാണ് വാങ്ങാറ്, ജ്യൂസ് അല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇത് രണ്ടുമാണ് കോംബോ ആക്കേണ്ടത്. സിമ്പിൾ ലോജിക്. സോ അത് ഡേറ്റയിൽ നിന്ന് എടുത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുന്നത്, റാദർ ദാൻ നിങ്ങൾ റവന്യൂ ഉണ്ടാക്കുന്നതിന് പകരം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്ന സമയത്ത് യു ഗെറ്റ് മോർ റവന്യൂ. 40% ഓഫ് ദ റവന്യൂ ഗോസ് ത്രൂ ദ ആപ്പ്. അവരെല്ലാവരും ആപ്പ് യൂസേഴ്സാണ്. ഡങ്കിൻ്റെ 40% കസ്റ്റമേഴ്സ് ആപ്പ് യൂസേഴ്സാണ്. സോ നമ്മുടെ ആ ഒരു ക്ലയൻറ്റിൽ ഭയങ്കര സ്ട്രോങ് ആയി. പ്ലസ് വിസിബിലിറ്റി, ഏത് നാഷണാലിറ്റിയാണ്, എവിടെ നിന്നാണ് ആൾക്കാർ വാങ്ങുന്നത്, ഏത് ലൊക്കേഷനിലാണ്. അപ്പോൾ ഓരോ ഡങ്കിൻ്റെ ലൊക്കേഷനിലും എന്താണ് വിൽക്കപ്പെടുന്നതെന്ന് ഇപ്പോൾ ആ ഏരിയ മാനേജറിന് അറിയാം. സോ അവർക്ക് അവരുടെ KPIs ഒന്നുകൂടി ബെറ്റർ ആക്കാൻ പറ്റും. ഞാൻ 10 സ്റ്റോർ 72 സ്റ്റോറാണ് ഞാൻ ഹാൻഡിൽ ചെയ്തത്. സോ 10 സ്റ്റോർ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഏരിയ മാനേജറിന് എൻ്റെ 10 സ്റ്റോറിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഡേറ്റയിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഈ ആപ്പിലൂടെ മാർക്കറ്റ് പ്ലേസ്, നൂൺ പോലത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ കണക്റ്റഡ് ആണോ? എല്ലാത്തിൻ്റെ ഡെലിവറി പ്ലാറ്റ്ഫോംസിൻ്റെ ലിങ്ക് ഉണ്ട് അതിൻ്റെ അകത്ത്. ബട്ട് ഡങ്കിൻ ഹാഡ് പ്ലാൻസ് ടു ലോഞ്ച് ദെയർ ഓൺ. അവർ തന്നെ ഇ-കൊമേഴ്സ് ആൻഡ് പിക്കപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഐ ബിലീവ് ദേ മസ്റ്റ് ഹാവ് ലോഞ്ച് നൗ. ഇപ്പം ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഐ ഡോണ്ട് നോ, ബട്ട് ദേ ഷുഡ് ബി ലോഞ്ചിങ് സൂൺ. നിങ്ങൾ അവിടെ ഇല്ല എന്ന് പറയുമ്പോൾ ഡങ്കിന് നിങ്ങളും അടുത്തതാണോ, നിങ്ങൾക്ക് ഡങ്കിനും അടുത്തതാണോ? ഡങ്കിൻ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഐ ഡിഡ് എ ലോട്ട് ഓഫ് തിങ്സ്. മാർക്കറ്റിംഗ് കയറിയതിന് ശേഷം സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, ട്രൈ ചെയ്യാത്ത സാധനങ്ങളില്ല. ഐ ട്രൈഡ് എവറിത്തിങ്. ഐ വാസ് ഓൾമോസ്റ്റ് അറ്റ് ദ ബേൺ ഔട്ട് ഫേസ്. ഇപ്പോൾ വർക്ക് ലൈഫ് ബാലൻസ് കിട്ടാതായ സമയത്ത് ഐ വോണ്ടഡ് ടു ലുക്ക് ഫോർ സംതിങ് എൽസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. സോ അങ്ങനെ ഞാൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനം റിയൽ എസ്റ്റേറ്റിലേക്കാണ് പിന്നെ കാല് വെക്കുന്നത്. ഓ, സോ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന സമയത്ത് Airbnb. അപ്പോൾ ഈ ഡാറ്റ എന്നുള്ളത് ഏത് ബിസിനസ്സിലും ക്ലബ് ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി. സോ Airbnb തുടങ്ങുന്ന സമയത്ത് ഓൺലൈനിൽ യു ഹാവ് മാർക്കറ്റ് ഡേറ്റ. എന്താണ് Airbnbs ചെയ്യുന്നത്, ഹൗ ഡു ദേ ഫെയിൽ, ഹൗ ഡു ദേ ഗ്രോ. നേരത്തെ നിങ്ങൾക്ക് റിയൽ ഡാറ്റ ഡങ്കിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ മാർക്കറ്റ് ഡാറ്റയാണ് നിങ്ങൾ. അപ്പൊ ഡാറ്റയാണ് എല്ലാ ബിസിനസിന്റെയും കോർ എന്ന് പറയുന്നത്. അതെ. സോ ഐ അനലൈസ് ദാറ്റ്, ഐ സോ ദിസ് ഇസ് പോസിബിൾ. എന്നെ കൊണ്ട് ഇത് പറ്റും. ഈവൻ ദോ ഐ വാസ് ഇൻ FNB, എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ആവുന്നതിന് ഐ ഡിഡ് ദ മാർക്കറ്റ് സ്റ്റഡി. ഞാൻ ആ മാർക്കറ്റ് സ്റ്റഡി ചെയ്തു. ഐ വാസ് കോൺഫിഡൻറ്റ് ഇനഫ്, ഐ റിസൈൻഡ്. അപ്പോൾ Airbnb വെച്ചിട്ട് എന്ത് ബിസിനസ്സാണ് നിങ്ങൾ തുടങ്ങിയത്? Airbnb ഞാൻ ഒരു അപ്പാർട്ട്മെന്റ് എടുത്തു. സോ ഡേറ്റ വെച്ച് നോക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി ഇറ്റ്സ് വെരി ക്ലിയർ ഡൗൺ ടൗണിലാണ് അപ്പാർട്ട്മെന്റ്സ് എടുക്കേണ്ടത്. ഞാൻ അവിടെ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ബുർജ് ഖലീഫ. ഒരു അപ്പാർട്ട്മെന്റ് പ്രൈം ലൊക്കേഷൻ ഈസ് ദ ഓൺലി സെല്ലിംഗ് പോയിന്റ്. അവിടെ പോയിട്ട് Booking.com എടുത്തു കഴിഞ്ഞാൽ എസ്തെറ്റിക് ഹോം 7 minutes വാക്ക് ടു ദുബായ് മോൾ. അപ്പം നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ഫേമിന്റെ നെയിം തന്നെ അതാക്കി. വളരെ സിമ്പിൾ. ലംഹെ ഹോളിഡേസ്. ഐ ഹാവ് എ നെയിം, ലംഹെ ഹോളിഡേ ഹോംസ് എന്നാണ് ഞാൻ പേരിട്ടത്. ലംഹെ എന്ന് പറഞ്ഞാൽ മൊമെന്റ്സ് ബൈ ഷാഹീൻ. സോ ദാറ്റ്സ് ലംഹെ ബൈ ഷാഹീൻ. അങ്ങനെ പേരിട്ടിട്ടുണ്ട് ബിക്കോസ് യു നീഡ് എ ലൈസൻസ് എന്നോ. സോ അതുണ്ട്. ബട്ട് ഞാൻ ഡേറ്റ വെച്ചാണ് നോക്കിയത്, ആൾക്കാർ എന്താ സെർച്ച് ചെയ്യുന്നത്. സോ പീപ്പിൾ ഹു ആർ ഔട്ട്സൈഡ് UAE അവർ സെർച്ച് ചെയ്യുന്നത് നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള പ്ലേസ് വെരി ക്ലോസ് ടു ദുബായ് മോൾ ആണ് അവർക്ക് വേണ്ടത്. സോ പേര് തന്നെ അതാക്കി കഴിഞ്ഞാൽ യു ഹാവ് മോർ കൺവേർഷൻ ദർ. ബുക്കിംഗ് എവിടെ നിന്നൊക്കെ വന്നു? എവ്രിവെയർ ഔട്ട്സൈഡ് UAE.
യു എ യു എ ഒന്നും വന്നിട്ടില്ല. എല്ലാവരും വരുന്നത് പുറത്തുനിന്ന്. എയർപോർട്ടിൽ നിന്ന് ആള് വരും, അപ്പാർട്ട്മെന്റിൽ വരും, അവർ ചെക്ക് ഔട്ട് ചെയ്ത് എയർപോർട്ടിൽ പോയി തിരിച്ചു പോകും. അപ്പൊ കൊള്ള ലാഭത്തിന് വിറ്റിട്ടുണ്ടാവല്ലോ. അല്ലല്ല, അങ്ങനെ കൊന്നിട്ടില്ല. ഐ ഹാഡ് എ വെരി ഗുഡ് ഫൈനാൻഷ്യൽസ് ദേർ. നല്ല റെന്റിന് കിട്ടി. സോ ഐ വാസ് ഗിവിംഗ് വെരി റീസണബിൾ പ്രൈസ് ഓൾസോ. അതിന്റെ ഫർണിച്ചറും ഇന്റീരിയറും ഒക്കെ നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്തു? സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ്, ബട്ട് ഐ ഗേവ് മൈ ടച്ചസ്. I gave very small touches like, wireless mobile charging. There is a Bluetooth speaker. Netflix already signed in. And all the items, perishable items, wet tissue, toothbrush, paste, ഇതൊക്കെ ഞാൻ ഷീനിൽ നിന്ന് വരുത്തിച്ച്. സോ വെരി ഗുഡ് പ്രൈസിങ്. ബട്ട് ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ഒരു വൈറ്റ് ബോക്സ് ആണ് ഈ ടൂത്ത് ബ്രഷും പേസ്റ്റും. ഐ ഡിഡ്ന്റ് വാണ്ട് ടു ബി ദ സെയിം. I wanted something very premium but different from others. അപ്പൊ അവിടെ നിങ്ങൾ ഡാറ്റ ആണ് ഉപയോഗിച്ചത്? ഡേറ്റ ആണ് യൂസ് ചെയ്തത്. ഐ മീൻ ഡേറ്റ ഇൻ ദ സെൻസ് ഷീനിൽ ഏറ്റവും സെല് ചെയ്യുന്ന ഗുഡ് ക്വാളിറ്റി പ്രോഡക്ട്സ് ഷീനിൽ കയറി നോക്കി എവറിത്തിങ് ഈസ് ഡേറ്റ എന്നുള്ള സെൻസിൽ ആലോചിക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് ഓൾസോ ഡേറ്റ അനാലിസിസ്. നിങ്ങൾ കയറി സെർച്ച് ചെയ്യാണ് ഏതാണ് ബെസ്റ്റ്. ദിസ് ഈസ് അനാലിസിസ് യു ഡിഡ്. അതിൻ്റെ അകത്ത് നിന്ന് ഞാൻ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചു. സീറോ മാർക്കറ്റിംഗ് കോസ്റ്റിൽ നിങ്ങൾ കച്ചവടം നടത്തി. That's a perfect explanation. ഗസ്റ്റിനെ തരുമോ അതോ നിങ്ങൾ പിന്നെ എങ്ങനെ റെഫറൻസ് വഴിയാണോ? എനിക്ക് കണ്ടിന്യൂസ് booking.com എന്നാണ് വന്നത്. എനിക്ക് ബുക്കിംഗ് ആയിരുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒക്ടോബറിലാണ്. എൻ്റെ ഫസ്റ്റ് ബുക്കിംഗ് വരുന്നത് ന്യൂ ഇയറിന് വേണ്ടിയിട്ടാണ്. ഡിസംബർ 31 ജനുവരി 1 ഫസ്റ്റ് ബുക്കിംഗ്. അന്ന് ഞാൻ പ്രൈസിങ്ങിനെ പറ്റി അധികം പഠിച്ചിട്ടില്ല. എൻ്റെ പ്രൈസിങ് കുറവായിരുന്നു. ആ ബുക്കിംഗ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇറ്റ്സ് ഓക്കെ, ഫസ്റ്റ് ബുക്കിംഗ് അല്ലേ, ഇറ്റ്സ് ഫൈൻ, കുറച്ച് പ്രൈസ് പോയാല. ഏറ്റവും കൂടുതൽ എയർബിഎൻബി പൈസ ഉണ്ടാക്കുന്ന നൈറ്റ് ആണത്. അന്നാണ് എനിക്ക് ഏറ്റവും കുറവ് 600 ദിറംസ് ഞാൻ കൊടുത്തിരുന്നത്. ആ ന്യൂ ഇയറിൻ്റെ 4 ദിവസം മുന്നേ ആ ബുക്കിംഗ് ക്യാൻസലായി. അതായത് എയർബിഎൻബിസ് ഏറ്റവും നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ദിവസം, ആ നൈറ്റ് ഞാൻ ഓപ്പൺ ആണ്. 30-ാം തീയതി ബുക്കിംഗ് വന്നു. അപ്പോൾ നിങ്ങൾ പ്രൈസ് കൂട്ടി? ആ സമയത്ത് പ്രൈസ് ലാബ്സിന്റെ ആപ്പ് യൂസ് ചെയ്തിട്ട് ശരിക്കും ആ ഏരിയയിൽ എത്ര പ്രൈസ് വേണമെന്നുള്ള ഡേറ്റ നോക്കി. 1000 ദിറംസിൽ ഞാൻ പ്രൈസ് ലോക്ക് ചെയ്തു. 2 നൈറ്റ് 2000 ദിറംസിന് ആൾ ബുക്ക് ചെയ്തു. അപ്പോൾ ക്യാൻസൽ ആയതൊരു ഗുണമായി. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. മോസ്റ്റ് ഓഫ് ദ തിങ്സ് ഐ വുഡ് സേ. വെരി കോമൺ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം, അധികം ആർക്കും അറിയാത്ത, എന്താണ് എയർബിഎൻബി? എയർബിഎൻബി ഒരു ഷോർട്ട് ടേം ലീസിംഗ് ആണ് ബേസിക്കലി. സോ ഏതർ നിങ്ങൾക്കത് സബ്ലീസ് ചെയ്യാം, അല്ലെങ്കിൽ അത് ന്യൂ അപ്പാർട്ട്മെന്റ്, നിങ്ങൾക്ക് ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങിയിട്ട് അത് റെന്റിന് കൊടുക്കാം. ബട്ട് സബ്ലീസ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ കുറവാണ്. യു ആർ നോട്ട് പേയിങ് അപ്പ് ഫ്രണ്ട്. നിങ്ങൾ റെന്റല്ലേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 4 ചെക്കോ 6 ചെക്കോ നിങ്ങൾക്ക് അപ്പാർട്ട്മെന്റ് എടുക്കാം. എടുത്തതിന് ശേഷം യു ടേക്ക് എ DTCM പെർമിറ്റ്. അത് എടുത്തിട്ട് യു ക്യാൻ റൺ ഇറ്റ് ഓൺ എയർബിഎൻബി ആൻഡ് booking.com. booking.comലാണ് എനിക്ക് നല്ലോണം ഉണ്ടായത്. എയർബിഎൻബി വാസ് ലെസർ ബിക്കോസ് മൈ പ്ലേസ് വാസ് വെരി സ്മോൾ. സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റിന് എയർബിഎൻബിയിൽ കുറച്ച് കുറവാണ്. എഗെയിൻ ഡേറ്റ booking.comലാണ് ബെറ്റർ എന്ന് കണ്ടപ്പോൾ ഞാൻ booking.comലുള്ള സാധനങ്ങളാണ് ബെറ്റർ ഫോക്കസ് ചെയ്ത്. 9.6 റേറ്റിംഗ് ഔട്ട് ഓഫ് 10 ആയിരുന്നു booking.comൽ, വിത്തൗട്ട് എനി മാർക്കറ്റിംഗ് സ്പെൻഡ് ഓർ എനിത്തിങ്. സോ കസ്റ്റമേഴ്സ് ലവ് ഇറ്റ്. സോ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഐ ആം ഗോയിങ് ദെയർ ടു മീറ്റ് ദം. അവർ ചോദിക്കുന്ന സമയത്ത് യു ആർ ദ ഓണർ ഓഫ് ദ പ്ലേസ്? യാ, ദിസ് ഇസ് മൈ പ്ലേസ്. ആൻഡ് ദെൻ ഐ എക്സ്പ്ലെയിൻ എവറിത്തിങ്. അങ്ങനെ വന്ന സമയത്ത് ഒരു കസ്റ്റമർ വന്നിട്ട് താഴെ നിൽക്കുന്നുണ്ട്, ഒരു കപ്പിള്. അവർ വന്നു, ഞാൻ അവിടെ മുകളിൽ വെയിറ്റ് ചെയ്യാണ്. അവർ കയറി വന്ന് ഐ ടോൾഡ് ദം 16th ഫ്ലോർ ആണ്, യു ക്യാൻ കം. അപ്പോൾ അവർ മെസ്സേജ് അയച്ചു, വി ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്. ഞാൻ അപ്പം ഇങ്ങനെ കിളി പോയി വെക്കുക. ഞാൻ എങ്ങനെ ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന്. അപ്പം തന്നെ ക്ലിക്ക് ചെയ്യും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഓൺ ചെയ്തിട്ട് ഇരിക്കുകയാണ്. അവർ വരുന്നു, ഞാൻ എല്ലാം ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ പറയും, എന്നിട്ട് അവർക്ക് കേൾപ്പിച്ചു കൊടുക്കും. എന്നിട്ട് പിന്നെ അവർ പറയുന്നത് അവർ പറഞ്ഞതിന് ശേഷം ഞാൻ കേട്ട് വെക്കും. എന്നിട്ടാണ് അവരെ ഞാൻ കേറ്റർ ചെയ്തത്. അങ്ങനെ കേറ്റർ ചെയ്ത് അവർ വീണ്ടും വേറൊരാളെ സജസ്റ്റ് ചെയ്തിട്ട് വീണ്ടും വേറൊരു ക്ലയൻറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഹൗസ് കീപ്പിംഗ് ഒക്കെ ആരാ ചെയ്യുന്നത്? അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എയർബിഎൻബി ഭയങ്കര അടിപൊളിയായിട്ട് വെക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ചെയ്തു. കോസ്റ്റ് ലാഭിക്കാനാണോ അതോ വൃത്തി? കോസ്റ്റ് ലാഭിക്കാനും പ്ലസ് ഐ എം എ പെർഫെക്ഷനിസ്റ്റ്. സോ ഞാൻ തന്നെ പോയി ക്ലീൻ ചെയ്ത് ഞാൻ തന്നെ പെർഫെക്റ്റ് ചെയ്ത് ഫുള്ള് കഴിഞ്ഞ് ഡോർ അടയ്ക്കുന്നതിന് പിന്നെ വീണ്ടും തുറന്ന് ഒരു 5 മിനിറ്റ് പോയിട്ട് ചെക്ക് ചെയ്യും എല്ലായിടത്തും എല്ലാം ക്ലീൻ ആണോ എന്നുള്ളത്. സോ അതൊരു പ്രോബ്ലം ആണ് എനിക്ക്. ദാറ്റ് വാസ് ഓൾസോ വൺ റീസൺ ഐ ഡിഡ് നോട്ട് സ്കെയിൽ ഇറ്റ് അപ്പ്. വേറൊരാൾക്ക് കൊടുക്കാനുള്ള ഒരു ഇത് എനിക്ക് കിട്ടുന്നില്ല. ബിക്കോസ് ഐ എം എ പെർഫെക്ഷനിസ്റ്റ്. എന്റെ കൈ എത്തിയാൽ. എത്ര വർഷം ഈ ബിസിനസ് ചെയ്തു? 1 year. 1 year. എനിക്ക് 1 year ചെയ്യണമായിരുന്നു. എനിക്ക് സ്കെയിൽ ചെയ്യണമായിരുന്നു. ഐ റിയലി വാണ്ടഡ് ടു സ്കെയിൽ ഇറ്റ്. ഞാൻ പഠിച്ചതിന് ശേഷം പെർഫെക്ഷനിസ്റ്റ് എന്നുള്ള ആ ഒരു പ്രശ്നമല്ലാതെ ഐ ഡോണ്ട് സീ എനി പ്രോബ്ലംസ്. ഡേറ്റ ഈസ് ദെയർ. ഐ വാസ് മേക്കിംഗ് ഗുഡ് റവന്യൂ. എപ്പോഴും കസ്റ്റമേഴ്സ് ഉണ്ട്. 80 to 90% ഒക്യുപ്പൻസി ഉണ്ട്. സോ ഐ എം സോർട്ടഡ്. സോ അതുകൊണ്ട് റൺ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ബട്ട് സംതിങ് കെയിം ഇൻ ബിറ്റ്വീൻ.
അപ്പോൾ നിങ്ങൾ ഈ ഡാറ്റ അനാലിസിസ് എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്ത് പഠിച്ച ഒരാളാണ്. എക്സ്പീരിയൻസ് എന്നുള്ളത് യെസ്, ബിക്കോസ് ഞാൻ ഡേറ്റ ബാക്ക്ഗ്രൗണ്ട് അല്ല. ആ. ഐ ഡൺ മൈ മാസ്റ്റേഴ്സ് ഇൻ കെമിസ്ട്രി ഫറൂഖ് കോളേജ്. ആഹാ. സോ സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അത് Okay. കഴിഞ്ഞ് ഞാൻ ദുബായിൽ വന്നത്. സോ ഹിയർ ഡേറ്റ ഇസ് ദ ന്യൂ ഓയിലിന് 2017 ആൾക്കാർ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഐ സ്റ്റാർട്ടഡ് ലേണിംഗ്. അപ്പോൾ ഡങ്കിന്ന് നിങ്ങൾ എയർബിഎൻബിയിൽ വന്നു. എയർബിഎൻബിന്ന് മിക്കവാറും ഒരു ഈ സബ്ജക്റ്റ് ഒരു ബന്ധമില്ലാത്ത വിഷയത്തിലേക്കായിരിക്കും പോയതെന്നാണ് എന്റെ എനിക്ക് എന്റെ തോന്നുന്നത്. സ്വഭാവം വെച്ച് അങ്ങനെയാണല്ലോ. ബട്ട് ഐ വാണ്ടഡ് ടു ഗ്രോ ദ എയർബിഎൻബി എന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. ബട്ട് സംതിങ് കെയിം ഇൻ ബിറ്റ്വീൻ. എന്തായിരുന്നു? എന്നെ റെക്കമെൻഡ് ചെയ്തു ഡ്രോപ്പ് 10 ഫിറ്റ്നസ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് സിറ്റി വോക്കിൽ ഒരു പ്രൈം ലൊക്കേഷനിൽ ദർ ഈസ് എ പ്രീമിയം സെറ്റപ്പ് ഓഫ് ബേസിക്കലി ജിം ആണ്, ബട്ട് ഇറ്റ്സ് എ ഫിറ്റ്നസ് സ്റ്റുഡിയോ. ഓക്കെ. അപ്പോൾ അതിലേക്ക് റെക്കമെൻഡ് ചെയ്തു. ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് പോയി. ഐ ഡിഡ്ന്റ് നോ വാട്ട് ടു ഡു ബിക്കോസ് ഫിറ്റ്നസ് ഡോണറ്റ് തിന്നുകൊണ്ടിരുന്ന ആൾ ഫിറ്റ്നസ്സിലേക്ക് പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ. അതെ. ബട്ട് ഐ എം പ്രെറ്റി ഫിറ്റ് ഇനഫ്, സോ ഇറ്റ്സ് ഫൈൻ. ഐ ബിലീവ് സോ. സോ അങ്ങനെ അവിടെ പോയി ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തു. ബിക്കോസ് ദർ ആർ 2 other people who wanted to interview me. അപ്പോൾ അത് ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ദേ ഡിഡ്ന്റ് ഫീൽ ദാറ്റ് ഐ എം ദ റൈറ്റ് പേഴ്സൺ, ബിക്കോസ് ദേ വർ ലുക്കിംഗ് ഫോർ സോഷ്യൽ മീഡിയ ആഡ്സ് ചെയ്യുക, അതൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യുക, കസ്റ്റമറെ വിസിബിലിറ്റി കൂട്ടാന്ന് മാത്രം. എന്നിട്ട് കസ്റ്റമർ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. സോ മൈ മൈൻഡ് സെറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഐ ഡു എ ലോട്ട് ഓഫ് തിങ്സ് ആൻഡ് ഐ മേക്ക് തിങ്സ് വർക്ക്. ദാറ്റ് ഈസ് മൈ തിങ്. സോ അങ്ങനെ അത് കഴിഞ്ഞു. ബട്ട് ദ പീപ്പിൾ ഹു റെക്കമെൻഡഡ് മീ അവർ പറഞ്ഞു യു ട്രൈ ഇറ്റ് ഇൻ എ മന്ത്. ഒരു മന്ത് ഗിവ് 1 month ടു ഷഹീൻ, ലെറ്റ് ഹിം ട്രൈ. ദേ ഗേവ് മീ 1 month. ആ 1 monthൽ ഞാൻ ഫുൾ അനാലിസിസ് ചെയ്ത്, ഡേറ്റ അനാലിസിസ് മാത്രം ചെയ്ത് അവരുടെ കസ്റ്റമർ ഡേറ്റ മാത്രം നോക്കിയിട്ട് അവരെ ഗ്രോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. സോ ഞാൻ മൊത്തം അനാലിസിസ് ചെയ്തു. ഡേറ്റ അനാലിസിസ് എന്നുള്ളത് മാറ്റിയിട്ട് ഡേറ്റ എടുത്ത് മാറ്റി അനാലിസിസ് ഡേറ്റ ഉണ്ട്, കസ്റ്റമറുടെ ജേർണി, കസ്റ്റമറിൻ്റെ സ്പെൻഡ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ബാക്കി അനാലിസിസ് വരുന്നത് സ്റ്റാഫ് മാനേജ്മെൻറ്റ്, സ്റ്റാഫ് ഹാപ്പി ആണോ, നമ്മുടെ കോസ്റ്റ് മെയിൻറ്റെയിൻഡ് ആണോ, നമ്മുടെ കസ്റ്റമർ അക്വിസിഷൻ എങ്ങനെയാണ്, സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേഷൻ എങ്ങനെയാണ്, സോഷ്യൽ മീഡിയ ആഡ്സ് എങ്ങനെയാണ് പോകുന്നത്, എല്ലാത്തിൻ്റെ ഒരു 360 അനാലിസിസ് ചെയ്തതിന് ശേഷം ഐ ഗേവ് ദ ഡേറ്റ. So you considered that business as a newborn baby. വിത്ത് എ ലോട്ട് ഓഫ് ഡേറ്റ. ഭാഗ്യത്തിന് അവരുടെ സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു. എല്ലാം സോഫ്റ്റ്വെയർസും കാര്യങ്ങളും ഉണ്ടായിരുന്നു, ഡേറ്റ ഉണ്ടായിരുന്നു. സോ അനലൈസ്ഡ് എവറിത്തിങ്, ഗേവ് ദം എ അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾ ഇവിടെയുള്ളത്, യു ഹാവ് ഡൺ ദീസ് തിങ്സ്, യു ഷുഡ് ബി ഡൂയിങ് ദീസ് തിങ്സ്. അപ്പോൾ ഏതൊരു ബിസിനസ്സുകാരും ഒരു കണക്ക് പുസ്തകം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ മസ്റ്റാണ്. They should have. ആറ്റിൽ കളയാണെങ്കിലും എണ്ണിക്കളയണം എന്നുള്ളത് വലിയൊരു എക്സാക്ട്ലി അത് കറക്റ്റാ. സോ അവിടെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. വി ലിറ്ററലി വെൻ ഡൗൺ ടു 5 months. 5 months കഴിഞ്ഞപ്പം ഇപ്പൊ നമ്മള് ഗ്രോത്ത് ഫേസിലാണ്. ഇൻഷാല്ല വിത്തിൻ നെക്സ്റ്റ് 6 months ഒരു 13,000 square feet പുതിയ സെറ്റപ്പ് തുറക്കുന്നത്. അപ്പോൾ ഈ ഡാറ്റ ഉപയോഗിച്ചിട്ട് ഏതൊക്കെ ഫേസസ് ആണ് നിങ്ങൾ ആ ബിസിനസ്സിന്റെ അനാലിസിസ് നടത്തിയത്? സപ്പോസ് ഓഫ് കോഴ്സ് മാർക്കറ്റിംഗ് ഉണ്ടാവാം, സെയിൽസ് ഉണ്ടാവാം, ഓപ്പറേഷൻസ് ഉണ്ടാവാം, HR ഉണ്ടാവാം. അതിൻ്റെയൊക്കെ ഒരു ബ്രീഫിംഗ് നമുക്ക് തരാൻ പറ്റും? ഓക്കെ. കസ്റ്റമർ സ്പെസിഫിക് എന്ന് പറയുന്ന സമയത്ത് കസ്റ്റമറിൻ്റെ വിസിറ്റ്സ്, അവരുടെ സ്പെൻഡ്, അവരെങ്ങനെയാണ് വരുന്നത്, ഏത് ക്ലാസ്സിനാണ് വരുന്നത്, ഇങ്ങനത്തെ ഡേറ്റ വെച്ചിട്ട് സ്റ്റാഫിന് ഒരു ഐഡിയ കൊടുക്കും ഹൂ യു നീഡ് ടു ടോക്ക് ടു ആൻഡ് വാട്ട് യു ഷുഡ് ബി ടെല്ലിങ് ദം. എന്താണ് അവർക്ക് ഓഫർ ചെയ്യേണ്ടത് എന്നുള്ള സാധനം സ്റ്റാഫിന് കൊടുത്തിട്ട് ഗേവ് ദം KPIs, നോട്ട് ടാർഗറ്റ്സ്. ടാർഗറ്റ് എനിക്കാണ്, എനിക്ക് ഒരു സെയിൽസിലേക്ക് എത്തണം. ദ വേ ടു ഗെറ്റ് ടു ഇസ് ദാറ്റ് ഈസ് മൈ സ്ട്രാറ്റജി. ബട്ട് സ്റ്റാഫിനെ പ്രഷറൈസ് ചെയ്യുന്നതിന് പകരം ഐ ഗേവ് ദം KPIs, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ബട്ട് ഞാൻ പോയ സമയത്ത് ദേ വേ ഡൂയിങ് സം ലോട്ട് ഓഫ് റിപ്പോർട്ട്സ് ഓൺ Excel, വളരെ ടൈം കൺസ്യൂമിങ് ആയിരുന്നു. ഞാൻ അതെല്ലാം ഓട്ടോമേറ്റ് ചെയ്ത് സൈഡാക്കിയ സമയത്ത് ദേ ഹാവ് എ ലോട്ട് ഓഫ് ടൈം ഓൺ ദെയർ പ്ലേറ്റ്. അപ്പം ഞാൻ ഇന്ന ടാസ്കുകൾ യു നീഡ് ടു ഡു ദീസ് തിങ്സ്. ഇപ്പം എൻ്റെ സ്റ്റാഫ്, ഞാനിപ്പം കുറച്ച് മുന്നേ സ്റ്റാഫിനോട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കവിടെ നമ്മളെ സെറ്റപ്പ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. യു ഗോ ഇൻ ടു എ ജിം ഫെസിലിറ്റി, ഒരു 150 dirhams 200 dirhams ഒരു മന്ത്ലി മെമ്പർഷിപ്പ് കിട്ടും. എൻ്റെ ഫെസിലിറ്റിയിൽ ഇറ്റ് ഈസ് 130 dirhams ഫോർ 1 day. 35 minutes ഓഫ് വർക്ക്ഔട്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. സോ ഇറ്റ്സ് എ പേറ്റൻറ്റഡ് കോൺസെപ്റ്റ് നൗ. സോ ആ ഒരു കോൺസെപ്റ്റിൽ ദ പ്രൈസിങ് ഈസ് ഹയർ. ബട്ട് ഐ വുഡ് സ്റ്റിൽ സേ എൻ്റെ ക്ലയൻറ്റിൽ വെച്ച് നോക്കുക ഇറ്റ്സ് ഓൾ അറബ്സ് ആൻഡ് യൂറോപ്യൻസ്. സോ ഇറ്റ് ഈസ് പ്രെറ്റി ഗുഡ് ഇനഫ്. സ്റ്റാഫിന് ഞാൻ കൊടുത്ത്, ഇപ്പം ഐ എം കമ്മിങ് ബാക്ക് ടു ദ കോൺവെർസേഷൻ. സ്റ്റാഫിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ദർ ഇസ് എ ക്ലയൻറ്റ് ഹൂ ഈസ് ആസ്കിങ് ഫോർ, എനിക്ക് 90 dirhams സെഷൻ വേണം, ഇറ്റ്സ് നോട്ട് 130, ഐ വോണ്ട് എൻ ഓഫർ. അപ്പം ഞാൻ പറഞ്ഞു സ്റ്റാഫിനോട് ഇറ്റ്സ് ഫൈൻ, ഗോ ഫോർ 90 എന്ന് പറഞ്ഞു. സ്റ്റാഫ് ഈസ് സെയിങ് അക്കോർഡിംഗ് ടു ഹിസ് പ്രീവിയസ് ഹിസ്റ്ററി, he has been paying 100 dirhams per session. Okay. So I really don't want to give him the 89, the 90 dirhams.
he will come back for 100. അപ്പൊ നിങ്ങൾ Staff is telling me. സ്റ്റാഫിനെ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് സ്റ്റാഫ് ഈസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ബിസിനസ്. And they are not letting me give the offer. യെസ്. അവർ പറയുന്നത് we can get 100, why do you have to bring it down, leave it to me, give me 2 days, I'll get that converted എന്നാണ് സ്റ്റാഫ് പറഞ്ഞത്. സോ ഐ എം Wow. സോർട്ടഡ്, സ്റ്റാഫിന്റെ സൈഡ് സോർട്ടഡ്. കോസ്റ്റിന്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രോട്ടീൻ ഷേക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവിടെ. അതിന്റെ ഇടയ്ക്ക് വേറെ കച്ചവടം ഉണ്ട്. അത് അതിന്റെ ഉള്ളിലുള്ളത്. ഫിറ്റ്നസ് ആകുന്ന സമയത്ത് പ്രോട്ടീൻ ഷേക്ക് ഒക്കെ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അതെ. അപ്പൊ അതുണ്ട്. വി ഹാവ് വെരി ഗുഡ് പ്രോട്ടീൻ ഷേക്സ് ടു ബി ഓണസ്റ്റ്. ആ പ്രോട്ടീൻ ഷേക്ക് നിങ്ങൾ തന്നെ ഇംപ്ലിമെന്റ് ചെയ്താണോ അല്ല അല്ല നേരത്തെ അവിടെ ഉണ്ടായിരുന്നു ബട്ട് വി ഗ്രൂ ഇറ്റ്. ആ, സോ okay. നൗ ഇറ്റ് ഈസ് ഗ്രോയിങ് ഫേസ്, നല്ലോണം സെയിൽസ് പുഷ് ആവുന്നുണ്ട്. സോ അത് ഗസ്റ്റിന് അല്ലാണ്ട് പുറത്തും നൂണ് പോലത്തെ ആപ്പിളും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇറ്റ് വാസ് നോട്ട് ഗോയിങ് വെരി ഫാസ്റ്റ്. ഇപ്പം ബെറ്റർ ആണ്. വി ഹാവ് പീപ്പിൾ ഹു ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. സോ നമ്മൾ ആ വർക്ക് തുടങ്ങിയ സമയത്ത് പ്രോട്ടീൻ ഷേക്സിന്റെ സിമ്പിൾ സാധനമാണ്. നമുക്കൊരു ബേസ് ഉണ്ടാവും, അത് വെച്ചാണ് പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കുക. അപ്പോൾ പ്രോട്ടീൻ ഷേക്കിന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഡങ്കിനിലുള്ള. അപ്പോൾ മറ്റേ സോൾട്ട് ആൻഡ് പെപ്പറിൽ പറയുന്നവരെ ഞാൻ ഓഫീസിൽ കയറി ചെന്നിട്ട് പോരുന്നു എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങ് പൊക്കി. പ്രൊക്യൂർമെന്റിൽ അവനെ എടുത്തു. അവൻ വന്നു സാധനങ്ങൾ നോക്കി. അവനെടുത്തു ഇങ്ങ് കൊണ്ടുവന്നു. അവൻ സാധനങ്ങൾ നോക്കിയ സമയത്ത് ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മൾ ആ ബേസ് എടുത്തു, താഴത്ത് നോക്കി കഴിഞ്ഞാൽ മാനുഫാക്ചറെ കാണാം. മാനുഫാക്ചറെ കണ്ടപ്പോൾ വി നോ ദ പീപ്പിൾ, ഹി നോസ്, ഹി ന്യൂ ദ ഗൈ. നേരെ വിളിച്ചു. അതായത് ഇവിടുന്ന് എടുത്തിട്ട് വേറൊരാൾ വാങ്ങിയിട്ട് 30% അവരുടെ കോസ്റ്റ് ആഡ് ചെയ്തിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് നമുക്ക് വെക്കുന്നത്. ഇവരെ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് മാനുഫാക്ചർ എടുത്ത് പോയി കഴിഞ്ഞാൽ ആ 30% മാറിയില്ലേ. അപ്പൊ പുതിയ സ്റ്റാഫിന്റെ സാലറി 30% കവർ ചെയ്യും. കോസ്റ്റ് റിഡക്ഷൻ അങ്ങ് ചെയ്തിട്ട് എല്ലാ കോസ്റ്റ് റിഡക്ഷൻ ചെയ്തതിന് ശേഷം നല്ലോണം ഡെലിവറിയിലും കസ്റ്റമേഴ്സിനും പുഷ് ചെയ്യാൻ തുടങ്ങി. നൗ ഇറ്റ് ഹാസ് ഇൻക്രീസ്ഡ്. ഒരു 30-40% ആൾക്കാർ വരുന്നവരെല്ലാവരും പ്രോട്ടീൻ ഷേക്ക് എടുക്കുന്നുണ്ട്. പ്രോട്ടീൻ ഷേക്കും സിമ്പിളല്ല, ലൈക്ക് നോർമൽ പ്രോട്ടീൻ ഷേക്ക് സൈസാണ്. സെൽസ് ഫോർ 48-49 dirhams ഒരു പ്രോട്ടീൻ ഷേക്ക്. സോ നമ്മൾ അത് എല്ലായിടത്തും കിട്ടുന്ന പ്രോട്ടീൻ ഷേക്സ് പോലെ അല്ല എന്ന് പറയാം. ദ ക്വാളിറ്റി ഈസ് ഡെഫിനറ്റ്ലി അമേസിങ്. എല്ലാവരും പറയാം അവരുടെയാണ് പ്രോട്ടീൻ ഷേക്ക് നല്ലത്. സോ ഞാനും അത് തന്നെ പറയുള്ളൂ. ബട്ട് യാ, ബിക്കോസ് ആർ ക്ലയന്റിൽ ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്. നമ്മുടെ പ്രൈസിങ് അറൌണ്ട് 48-49 dirhams ആണ് ഒരു പ്രോട്ടീൻ ഷേക്കിന് പോകുന്നത്. There is a good profit margin, not amazing, but it is good. നിങ്ങളുടെ കസ്റ്റമറിന്റെ പ്രീമിയം ലെവൽ വെച്ചിട്ട് 49 is not a big. No, pricing is fine, but we wanted premium things also inside. ഉള്ളിലുള്ള ഇൻഗ്രീഡിയൻസും പ്രീമിയം ആയിരിക്കണം. So we kept it very premium. That's why you will get repeat orders. Yes, definitely. ഞാനിപ്പം 2 ദിവസം മുന്നേ ഞാൻ ഡ്രോപ്പ് ടെനിൽ പോയ സമയത്ത് there is a delivery order എടുത്ത് കഴിഞ്ഞപ്പോൾ 56th ഓർഡർ ആ കസ്റ്റമറിന്റെ, സെയിം കസ്റ്റമറിന്റെ. അത് ഒരു പ്ലാറ്റ്ഫോമിൽ. ഒരു പ്ലാറ്റ്ഫോമിൽ. സോ ഞാൻ എപ്പോഴും പറയുന്നത് പ്രോട്ടീൻ ഷേക്കിന് എന്ന് പറയുന്നത് നമ്മുടെ പ്രോട്ടീൻ ഷേക്കിന് അക്വിസിഷൻ മാത്രമേ ഉള്ളൂ. റിട്ടൻഷൻ വിൽ ബി ഡൺ ബൈ ദ പ്രൊഡക്റ്റ്. നിങ്ങൾ തിരിച്ചാവണം എല്ലാ ബിസിനസ്സും. ഷുഡ് ബി ലൈക്ക് ദാറ്റ്. സോ ഐ വുഡ് സേ 30-40 ഐറ്റംസ് ഉള്ളതിനേക്കാളും യു ഹാവ് 20 items which you are focusing properly. 20 മതി. അപ്പൊ ഫിറ്റ്നസ് ക്ലബിൽ നിങ്ങൾ സ്റ്റാഫിനെ ഒപ്റ്റിമൈസ് ചെയ്തു, സെയിൽസ് ഒപ്റ്റിമൈസ് ചെയ്തു. ഓപ്പറേഷൻസിന് ഇത് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത്? ഓപ്പറേഷൻസിൽ ഡേറ്റ ഒബ്വിയസ്ലി ഓപ്പറേഷൻസ് വരുന്ന സമയത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓൾസോ വോണ്ട് ടു നോ, ദേ നീഡ് സം വിസിബിലിറ്റി, എന്താണ് ഡ്രോപ്പ് ടെനിൽ നടക്കുന്നത് എന്നുള്ളത്. സോ ഞാൻ അവർക്ക് ഡാഷ്ബോർഡ്സ് ഉണ്ടാക്കിയിട്ട് വി ഹാവ് വീക്ക്ലി മീറ്റിംഗ്സ്. എല്ലാ വീക്ക്ലി മീറ്റിംഗ്സിലും എല്ലാ സെക്ടറിലും നമ്മുടെ പ്രോട്ടീൻ ഷേക്കിൽ എന്ത് നടക്കുന്നുണ്ട്, ക്ലാസ്സസ് എന്ത് നടക്കുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് അതിനെ ഗ്രോ ചെയ്യുന്നത്, എന്തൊക്കെ മെട്രിക്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ് എന്തൊക്കെയാണ്, അവരുടെ കമേഴ്ഷ്യൽസ് എന്താണ്, എൻഡ് ഓഫ് ദ മന്ത്. ഇപ്പം ഞാൻ 5-ാം തീയതിയാണ് ഇരിക്കുന്നത് വെച്ചാൽ മാസാവസാനം എത്ര റവന്യൂ വരുമെന്ന് ക്ലിയർലി ഞാൻ ആ മീറ്റിങ്ങിൽ പറയും. ദെൻ ഐ ഹാവ് ടു റീച്ച് ദാറ്റ്. ഇപ്പം നെക്സ്റ്റ് കമ്മിങ് 6 months അല്ലെങ്കിൽ 1 year എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? 2025 ജനുവരി 1-ാം തീയതി മുതൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഡിസംബർ 31 രാത്രി 12 മണിക്ക് ലിറ്ററലി ഞാൻ ഇരുന്നിട്ട് ആ ഒരു കൊല്ലത്തെ അനാലിസിസ് ചെയ്തിട്ട് അടുത്ത കൊല്ലത്തെ ഫോർകാസ്റ്റ് ഉണ്ടാക്കി. അടുത്ത കൊല്ലത്തെ ഫോർകാസ്റ്റ് റെഡിയാണ്. എല്ലാ മാസവും എത്ര ഉണ്ടാക്കും എന്നുള്ളത്. കഴിഞ്ഞ 3 മാസമായിട്ട് ആ ഫോർകാസ്റ്റ് ഞാൻ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 3000-4000 ഈ റേഞ്ചിൽ. കഴിഞ്ഞ മാസം നമ്മൾ ബീറ്റ് ചെയ്തത് 10,000 dirhamsനാണ്. ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻസും കൂടി ആലോചിക്കണം. സിറ്റുവേഷൻസിൽ ബിസിനസ് കൂടാനേ സാധ്യത. ഇറ്റ് നീഡ്സ് ടു ആക്ച്വലി ഇറ്റ് വിൽ എഫക്ട് എ ബിറ്റ്, നോട്ട് ടു മച്ച്. ബട്ട് നമ്മുടെ ബിസിനസ്സിൽ ഇറ്റ്സ് അബൌട്ട് ആ അലേർട്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് യൂറോപ്യൻസ് ആൻഡ് അറബ്സ്, ഇറ്റ്സ് നോട്ട് ഈസി ടു ബി ഇൻ സിങ്ക് വിത്ത് ദം. സോ നമുക്കും കുറേ ക്ലാസ്സസ് ക്യാൻസൽ ആയിട്ടുണ്ട്. നമ്മൾ തന്നെ ക്യാൻസൽ ചെയ്ത ക്ലാസ്സസ് ഉണ്ട് ബിക്കോസ് ഓഫ് ദ സെനാരിയോസ്. ബട്ട് അതൊന്നും നമ്മൾ എഫക്ട് ചെയ്തില്ല ബിക്കോസ് വി ഹാഡ് എ പ്ലാൻ. നമുക്ക് ഇത്ര ടാർഗറ്റിൽ എത്തണം എന്നുള്ളത് സ്റ്റാഫിന് അറിയില്ല എന്നുള്ളത്. ദേ ഹാവ് KPIs. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടാർഗറ്റ് എത്തുമെന്ന് എനിക്കറിയാം. ഇപ്പം ഡാറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക്
പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും കമ്പയർ ചെയ്യാൻ പറ്റും. യെസ്, പാസ്റ്റ് എന്താണ് നടന്നത്, പ്രസന്റ്ലി നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഫ്യൂച്ചറിൽ എവിടെ എത്തും ഇന്ന കാര്യങ്ങൾ ചെയ്താൽ. അപ്പൊ അതിന്റെ ഓണേഴ്സിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് വലിയൊരു അവർക്കൊരു കോൺഫിഡന്റ് ക്ലാരിറ്റി ആണ്. ഒബ്വിയസ്ലി, ആൻഡ് ദേ ഡോണ്ട് ഹാവ് ടു ബി ഇൻവോൾവ് അറ്റ് ഓൾ. ബിക്കോസ് എല്ലാ ആഴ്ചയും നമ്മൾ ഇരുന്നിട്ട് പറയുന്നത് വി ഹാവ് റീച്ച് ദിസ് മച്ച്, വി ഹാവ് റീച്ച് ദിസ് മച്ച്, ആൻഡ് ദിസ് ഇസ് ദ ഗോൾ, വി ആർ ഓൾമോസ്റ്റ് റീച്ചിങ് ഇറ്റ്. ഇഫ് വി ഗോ ഇൻ ദിസ് സ്പേസ്, ഈ സ്പീഡിൽ പോവുകയാണെങ്കിൽ വി വിൽ റീച്ച് ഇറ്റ്. സോ ദേ ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. ദേ വിൽ ഗിവ് ദെയർ ഇൻപുട്ട് എന്തെങ്കിലും ചെയ്യണോ എന്നുള്ളത്. ബട്ട് ഐ വിൽ കീപ്പ് ഓൺ മേക്കിംഗ് ചേഞ്ചസ്. ടീമുണ്ട്, അപ്പോൾ ടീമിനെ വെച്ചിട്ട് വി കീപ്പ് ഓൺ മേക്കിംഗ് ഡിഫറെൻറ്റ് ചേഞ്ചസ്. അപ്പം നിങ്ങൾ എല്ലാ എക്സസൈസും എല്ലാ ഡിവിഷനിലും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചർ റിപ്പോർട്ട്സ് ഒക്കെ വളരെ ഈസി ആയിരിക്കും. Reports, yes. So in that sense, I would bring this up. Data analysis il thanne I do use two different things. Traditional method is the data analysis, which has been there for years. ഞാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ടാബ്ലോ ആണ്. ഇറ്റ് ഹാസ് ബീൻ 8 years ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഡാഷ്ബോർഡ്സിന് വേണ്ടിയിട്ടാണ്. ഇൻസ്റ്റൻറ്റ് അനാലിസിസ് ഞാനിപ്പോൾ ചെയ്യുന്നത് AI ആണ്. അപ്പോൾ ഈ രണ്ട് സോഫ്റ്റ്വെയറും ഈ പോഡ്കാസ്റ്റ് കാണുന്നവർക്ക് ഡാറ്റ അനാലിസിസ് ഉള്ളവർക്കുള്ള ചെയ്യുന്നവർക്കുള്ള ഒരു മെസ്സേജ് അല്ല, ആർക്കും വേണമെങ്കിലും ചെയ്യാം. ആർക്കും ബിക്കോസ് ഇറ്റ് ഈസ് AI ഏജ് നൗ. സോ ഞാൻ യൂസ് ചെയ്യുന്നത് ട്രഡീഷണൽ രണ്ടും. ഞാൻ എപ്പോഴും പറയാറുണ്ട് AI വന്നിട്ട് എല്ലാം റീപ്ലേസ് ആവില്ല. യു യൂസ് ബോത്ത് മെത്തേഡ്സ്. സോ ട്രഡീഷണൽ ലെറ്റ്സ് സേ ഡേറ്റ അനാലിസിസ് ഞാൻ യൂസ് ചെയ്യുന്നത് അത് ഡാഷ്ബോർഡ്സിന്. വീക്ക്ലി ഡാഷ്ബോർഡ്സ് ഓട്ടോമേറ്റഡ് ഓൺ ദ സോഫ്റ്റ്വെയർ വിച്ച് ഈസ് ഡേറ്റ അനാലിസിസ് സോഫ്റ്റ്വെയർ. അത് കഴിഞ്ഞു. ക്ലോഡ് ആണ് ഞാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ, ക്ലോഡ് AI. ക്ലോഡ് AIനെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് കാണുമ്പോൾ ക്ലോഡ് AIൻ്റെ സബ്സ്ക്രിപ്ഷൻ ഈസ് 1000 dirhams per month. അതെ, അത് ആലോചിക്കുന്ന സമയത്ത് 1000 dirhams ഒരു സോഫ്റ്റ്വെയറിനോ, തിരിച്ചാലോചിക്കും 1000 dirhamത്തിന് ഒരാളെ നിങ്ങൾ ഹയർ ചെയ്ത് കൂടെ ഇരുത്തുക, 24 മണിക്കൂർ പണിയെടുക്കും. ക്ലോഡിനെ ഒരു സുഹൃത്താക്കി കാണുന്നു. സുഹൃത്തോ എംപ്ലോയിയോ ആയിട്ട് കാണാം, ഇറ്റ് ഈസ് ഫൈൻ. സിമ്പിൾ യൂസേജ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഡ്രോപ്പ് 10 വേണ്ടിയിട്ടൊരു മാർക്കറ്റിംഗ് ഏജൻസി, സോഷ്യൽ മീഡിയ ആഡ്സിന് വേണ്ടിയിട്ട് ഫിറ്റ്നസ് സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഏജൻസി വന്നിട്ടുണ്ടായിരുന്നു. ദേ കെയിം ടു അസ്, നമുക്ക് ചെയ്തു തരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ മീറ്റിങ്ങിന് ഇരുന്നു, സൂം കോളാണ്, ക്ലോഡിനെ അവിടെ ഓൺ ആക്കി വെച്ചു. മൂപ്പരത് ഫുള്ള് കേട്ടതിന് ശേഷം കോള് കഴിഞ്ഞതിന് ശേഷം ലിറ്ററലി കോള് കട്ട് ചെയ്തിട്ട് ഞാനൊരു വോയിസ് നോട്ട് ഇട്ടു. നൗ യു നോ വാട്ട് ദേ ആർ പിച്ചിങ്, സെർച്ച് ഓൺ ഓൾ ദ ആർട്ടിക്കിൾസ്, എവിടെയൊക്കെ പരതാൻ പറ്റുമോ പരതിയിട്ട് ലെറ്റ് മീ നോ ഇഫ് ദിസ് ഇസ് ഗുഡ് ഇനഫ് ഫോർ ഡ്രോപ്പ് 10. ഞാനൊരു ചായ ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ ആ മീറ്റിംഗ് ഫ്രൂട്ട്ഫുൾ ആണോ എന്നുള്ളത് ക്ലോഡ് പറഞ്ഞുതരും. പ്ലസ് ഫ്രൂട്ട്ഫുൾ ആണോന്നും, പ്ലസ് എല്ലാ ആർട്ടിക്കിളും തപ്പിയിട്ട് വാ, ഇവരുടെ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് ഇവർ ഓക്കെ ആണോ എന്നുള്ളത് ഒരു റിവ്യൂ, ഫൈനൽ വേർഡിക്റ്റ് നീ തരണം എന്ന് പറഞ്ഞിട്ട് ഒരു പണി കൊടുത്തിട്ട് ഞാൻ ചായ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു ഹ്യൂമൻ മാസങ്ങൾ എടുക്കുന്ന സംഭവം നിങ്ങൾക്ക് ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തിരിച്ചു. മാസങ്ങൾ എന്ന് വേണ്ട, നമ്മളൊരു ടീമിനെ ഇരുത്താണ്, നമ്മൾ 2 പേര് ഇരുന്നിട്ട് അവനോട് പറയണം, എടാ നമുക്കിത് ഫുള്ള് അനലൈസ് ചെയ്യണം എന്ന് തന്നെ 2 ദിവസം കൊണ്ട് നമുക്ക് അനലൈസ് ചെയ്ത് ചെയ്യാം എന്ന് പറയും. പിന്നെ ഫോളോ അപ്പും ഇതിലായില്ലല്ലോ, സ്പോട്ടിൽ അത് ചെയ്തു, അവരത് ചെയ്തു, ഓക്കെ യു ആർ ഗുഡ് ടു ഗോ എന്ന് പറഞ്ഞു, ഓക്കെ ഡൺ. This makes life very much easy. നമ്മൾ AI വരുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ഡങ്കിൻ പറഞ്ഞു, Airbnb പറഞ്ഞു, ഫിറ്റ്നസ് ക്ലബ് പറഞ്ഞു, ഇതൊന്നും ആ ബിസിനസ് പറയാൻ വേണ്ടിയിട്ടല്ല. ഡാറ്റ ഇമ്പോർട്ടന്റ് എന്താണ്, വെൻ വി കം ബാക്ക് ടു ദി കോർ, AI ആൻഡ് ഡാറ്റ എന്താണ് നിങ്ങൾക്കുള്ള ഒരു എക്സ്പീരിയൻസ്? സെയിം ഈ സംഭവം തന്നെയാണ് ഞാൻ വീണ്ടും സ്ട്രെസ് ചെയ്യുക. ഡേറ്റ അനാലിസിസ് ഐ സ്റ്റിൽ പ്രിഫർ ദ സോഫ്റ്റ്വെയർ. ഇറ്റ് കുഡ് ബി പവർ BI അല്ലെങ്കിൽ ടാബ്ലോ, ഏതാണെങ്കിലും കുഴപ്പമില്ല. യു സ്റ്റിക്ക് ടു വൺ സോ ദാറ്റ് യു ഹാവ് കണ്ടിന്യൂസ് ഡാഷ്ബോർഡ്സ് ഫോർ ദ മാനേജേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അവർക്ക് കാണാൻ വേണ്ടിയിട്ട്. ബട്ട് യൂസ് AI വേറെവർ ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യുവർ ടൈം ഈസ് യൂസ്ഫുൾ. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ആ ടൈമിനുള്ള കാര്യം നടക്കണം. സോ AI യൂസ് ചെയ്യുന്ന സമയത്ത് ഐ എം വെരി കംഫർട്ടബിൾ. എനിക്ക് ഡേറ്റ അനലൈസ് ചെയ്ത സമയത്ത് ഞാനിപ്പം ഒരു ഡേറ്റ അനാലിസിസ് ക്ലോഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, ലാസ്റ്റ് സീൻ ഡേറ്റ് ഇത്രയാണ്, ദെയർ ബുക്കിംഗ് ഹിസ്റ്ററി ഈസ് ദിസ്. 2 Excel ഷീറ്റ്, 2 വലിയ Excel ഷീറ്റ്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് പറയുന്നത് ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. അവർ എന്തൊക്കെയാണ് വാങ്ങിക്കൊണ്ടിരുന്നത് ആൻഡ് അവർ ഏത് പ്രിഫർ ചെയ്യുന്ന പാക്കേജൊക്കെ ഏതാണെന്ന് നോക്കിയിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ലിസ്റ്റിൽ എഴുതുക, ബഷീർ 10 pack പ്രിഫർ ചെയ്യുന്ന പ്രൈസ് ഇത്രയാണ്, ബഷീറിന് അയക്കാനുള്ള വാട്സപ്പ് മെസ്സേജ് റെഡി. ഞാൻ ആ ഫയൽ ഇങ്ങനെ അങ്ങ് എടുത്തു, സ്റ്റാഫിന് കൊടുത്തു, അവർ വാട്സപ്പിൽ അയച്ചോളൂ. ഇപ്പോൾ AI ഡാറ്റ അനാലിസിസിന്റെ ജോലി കളയലല്ല, അവരൊന്നും കൂടി എംപവർ ചെയ്യാനാണ് ഉപയോഗിക്കുക. യെസ്, എനിക്കത് അവരുടെ ആ വർക്ക് കൊടുത്തിട്ട് അവർക്ക് കൊടുത്തു, എനിക്കിനി ബാക്കി വർക്ക് ചെയ്യാമല്ലോ. സോ ഐ ഹാവ് മോർ ടൈം ഓൺ മൈ പ്ലേറ്റ്. എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഒന്നുകൂടി ഫാസ്റ്ററായിട്ട് ഇറ്റ് കുഡ് ബി ഗിവൺ ടു ദ ടീം ഓർ ഐ ക്യാൻ ഡു ഇറ്റ്. എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഫാസ്റ്റർ ടു ഫിനിഷ് ഓൾ ദ ടാസ്ക് വൺ ബൈ വൺ.
സോ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ പറയും. ഈ അനാലിസിസ് യൂഷ്വലി ഉണ്ടാകുന്ന അനാലിസിസ് 2-3 മണിക്കൂർ ഇരുന്നാലേ ഇത് നടക്കുള്ളൂ എന്ന് കാണുന്ന സമയത്ത് യു വിൽ പുഷ് ഇറ്റ് ഫോർ ദ നെക്സ്റ്റ് ഡേ. ഇതാവുന്ന സമയത്ത് എനിക്ക് അപ്പോൾ ചെയ്യാം. അനാലിസിസ് ചെയ്തിട്ട് ഞാനതിൽ വർക്ക് ചെയ്യണമൊന്നുമില്ല. ക്ലോഡിൽ ഞാൻ പല കാര്യങ്ങളും ചിലപ്പോൾ രാത്രി 12 മണിക്ക് ഇട്ടതിന് ശേഷം പിന്നെ ഞാനത് തുറക്കുന്ന രാവിലെ ആയിരിക്കും. എനിക്കത് ചെയ്യണം എന്നുണ്ടായിരുന്നുള്ളൂ. സോ ഞാൻ ഉറങ്ങുന്ന സമയത്ത് ക്ലോഡ് ഈസ് വർക്കിംഗ് ഫോർ യു. ഇറ്റ് ഈസ് 1000 dirhams. 1000 dirhamsന് ഇപ്പം ആരെ കിട്ടും ഇല്ല. ഇങ്ങനെ വർക്ക് ചെയ്യാൻ? എന്ത് പണിയെടുക്കും? ഷാഹിൻ, ഇപ്പം നമ്മൾ ബിസിനസ്സിലേക്ക് വരുമ്പോൾ എല്ലാ സബ്ജക്റ്റും ഡാറ്റ ഡ്രിവൺ ആണ്. ഏതൊക്കെ ബിസിനസ്സിൽ നമുക്ക് ബിസിനസ് ഗ്രോത്തിന് വേണ്ടി ഡാറ്റ ഉപയോഗിക്കാൻ പറ്റും? എനി ബിസിനസ്. ഏത് ബിസിനസ്സിലും ഡേറ്റ ഉണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ലേൺ ഫ്രം ഇറ്റ്. എന്താണ് നടക്കുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ യു ക്യാൻ ഡു ഗ്രോത്ത് ഫോർ ഇറ്റ്. അപ്പം നിങ്ങളുടെ അടുത്ത് ഏതൊക്കെ പ്ലേ ബുക്കാണ് ഇപ്പം റെഡി ഉള്ളത്? അല്ല നിങ്ങളുടെ പ്ലേ ബുക്ക് ബിസിനസ്സിനനുസരിച്ച് നിങ്ങൾ ട്യൂൺ ചെയ്യലാണോ? ഓപ്ഷൻ 2, ബിസിനസ്സിനനുസരിച്ച് നമ്മൾ ട്യൂൺ ചെയ്യും. സോ ഇറ്റ് കുഡ് ബി എനി ബിസിനസ്. സോ ഇപ്പം ഞാൻ F&Bയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡങ്കിനായിരുന്നു. ഇറ്റ് ഈസ് നോവർ റിലേറ്റഡ് ടു എനി റെസ്റ്റോറൻറ്റ്. പ്രോപ്പർ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഡങ്കിൻ ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ബട്ട് അവിടെ അപ്ലൈ ചെയ്ത സാധനങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യാം. ലിറ്റിൽ മോഡുലേഷൻസ് ആർ റിക്വയർഡ്. അത്രേ ആവശ്യമുള്ളൂ. അപ്പം നിങ്ങളിപ്പം എത്ര ബിസിനസ്സിൽ ഈ പ്ലേ ബുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി? ഞാനിപ്പോൾ ഒരു 5 to 6 ബിസിനസ്സസ് ഹാവ് അപ്ലൈഡ് ഇറ്റ്. സോ മെനി ചേഞ്ചസ്, കുറേ മോഡുലേഷൻസ് ചെയ്തിട്ടുണ്ട്. ബട്ട് കോർ ഓഫ് ഇറ്റ് ഈസ് ദ സെയിം. എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ആ സാധനങ്ങൾ ഓൾറെഡി ഉണ്ട്. സോ ഐ ഡോണ്ട് ഹാവ് ടു റിസർച്ച് ഫോർ ന്യൂ ഐറ്റംസ്. ഉള്ള സാധനങ്ങൾ തന്നെ ഐ ക്യാൻ അപ്ലൈ. ചിലപ്പോൾ 10 സാധനങ്ങളുള്ള അതിൻ്റെ അകത്ത് 3 ചിലപ്പോൾ ഈ ബിസിനസ്സിന് വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ ബാക്കി 7 ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്യും. സോ ഐ ഹാവ് എ പ്ലേ ബുക്ക് ഫോർ എ ലോട്ട് ഓഫ് ബിസിനസ്സസ്. ഇ കൊമേഴ്സിന് ഡാറ്റ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പ്ലേ ബുക്ക് എത്രത്തോളം അഗ്രസീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും? ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഷോപ്പിഫൈ ആണ്. ഷോപ്പിഫൈയിൽ ഓൾറെഡി ഡേറ്റ അവൈലബിൾ ആണ്. ഇറ്റ് ഗിവ്സ് യു സം ഡേറ്റ അനാലിസിസ് ഓൾസോ. ബട്ട് ഡേറ്റ അനാലിസിസ് ഒന്നുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഐ വുഡ് സജസ്റ്റ് മാർക്കറ്റ് സ്റ്റഡി ഈസ് ദെയർ. നിങ്ങളുടെ പ്രോഡക്റ്റിന് ഒരു മാർക്കറ്റ് സ്റ്റഡി ഉണ്ടാവും. യു ഹാവ് ഡൺ യുവർ മാർക്കറ്റ് സ്റ്റഡി ഓൾറെഡി. ഞാൻ ഓൾറെഡി മാർക്കറ്റ് സ്റ്റഡീസ് പലതും ചെയ്തിട്ടുണ്ട്. സോ combine the market study with the current product and the projection from Claude or any AI software. ആ സെയിം പ്രോഡക്റ്റിന് വേണ്ടിയിട്ട്. സോ യു യൂസ് AI ടു അണ്ടർസ്റ്റാൻഡ് ഇതിന് ശരിക്ക് മാർക്കറ്റ് ഉണ്ടോയെന്ന്. അപ്പോൾ ആ ഒരു ഷോപ്പിഫൈയിലുള്ള സാധനങ്ങളാണെങ്കിൽ യു ക്യാൻ ഗെറ്റ് ദ ഇ കൊമേഴ്സ് ഡേറ്റ ആൻഡ് ദെൻ കമ്പൈൻ ഇറ്റ് ടു ദ മാർക്കറ്റ് സ്റ്റഡി. കറണ്ട് പൊട്ടൻഷ്യൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ഫ്രം AI ടൂൾസ് ആൻഡ് ദ പ്രോഡക്റ്റ് ഇറ്റ് സെൽഫ്. എന്നിട്ട് യു ക്യാൻ ഫോർകാസ്റ്റ് നെക്സ്റ്റ് ലെറ്റ്സ് സേ 6 months or 12 monthsലേക്ക് how you will be growing if you go in this space. നിങ്ങളിപ്പോൾ നിലവിലൊരു ബിസിനസ് നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഡയറക്റ്റ്ലി നിങ്ങൾ ഇ കൊമേഴ്സിലേക്ക് പോവോ അതല്ല എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നിങ്ങൾ എടുക്കുക? There's a lot of things to consider. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. സോ വി സ്റ്റാർട്ടഡ് വിത്ത് ദം രസം ബൈ ഷെഫ് അവിനാഷ് മോഹൻ. അവിടെ നമ്മളിപ്പോൾ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. വി ആർ അണ്ടർസ്റ്റാൻഡിങ് ദെയർ ഡേറ്റ റൈറ്റ് നൗ. ഡേറ്റ ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്തു ഫ്രം വാട്ട് ദേ ആർ ഡൂയിങ് റൈറ്റ് നൗ. എന്നിട്ട് പ്ലസ് ഹി ഹാസ് എ ക്ലിയർ വിഷൻ മൂപ്പർക്ക് എവിടെ എത്തണം എന്നുള്ളത്. സോ ആ നമ്പറും നമ്മളെ കയ്യിലുണ്ട്. ദെൻ ഇറ്റ്സ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ആ ബിസിനസ്സിന് എത്ര പൊട്ടൻഷ്യൽ ഉണ്ട്. സോ വി സ്റ്റാർട്ടഡ് വിത്ത് ദ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പെർഫോമൻസ് ആഡ്സും ചെയ്തിട്ട് ഹൗ മച്ച് ട്രാഫിക് യു ക്യാൻ ബ്രിങ് ഇൻ. അപ്പോൾ ക്ലയൻറ്റിൻ്റെ എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലാവും. ആ പൊട്ടൻഷ്യൽ യൂസ് ചെയ്തതിന് ശേഷം ദ പ്ലാൻ ഈസ് ടു ബ്രിങ് എ റെസ്റ്റോറൻറ്റ് ഇൻ ടു ഇ കൊമേഴ്സ്. ഇത് എൻ്റെ സ്വപ്നമല്ല. ദിസ് ബിലോങ്സ് ടു വസീം. വസീം നമ്മുടെ കൂടെ ഒരു പോഡ്കാസ്റ്റിൽ ഉണ്ടായിരുന്നു. വെരി ഇൻട്രസ്റ്റിംഗ്, വെരി യൂസ്ഫുൾ പോഡ്കാസ്റ്റ് ആയിരുന്നു. നിങ്ങളും വസീമും കൂടി പുതിയൊരു സംഭവത്തെ കുറിച്ച് ഞാൻ കേട്ടല്ലോ, എന്താണ്? സോ വസീമും ഞാനും കുറേ മുമ്പ് കണക്ഷൻ ഉള്ളതാണ്. വി വാണ്ടഡ് ടു വർക്ക് ടുഗെദർ. So right now there is a opportunity. So we connected for this particular set itself. So Wasim is into e-commerce and performance ads and everything around that. He's an expert in that. Pinne I am there for marketing, data, the social media, content, everything. Okay. And plus we have someone who I took from Dunkin, Salam. Procurement. So procurement is covered. Marketing, data, social media, e-commerce, all of this is covered. And plus you need a finance person. We have a finance person also. Na pinne ellarum koodi oru company thodangam and we have the resources. Let's help businesses. This is a simple logic. Help businesses who are there already, who are bleeding right now, or if you have a very good idea adine engane launch cheyanulla launching strategy and growth strategy. എക്സിസ്റ്റിംഗ് ബിസിനസ്സിന് ഗ്രോത്ത് സ്ട്രാറ്റജി. എക്സിസ്റ്റിംഗ് ബിസിനസ് വിജയിച്ചു എന്ന് പറയുന്നവരും യഥാർത്ഥത്തിൽ വിജയിച്ചവരായിരിക്കില്ല. ഇല്ല. അവരെ നിങ്ങളെ
ഒരു ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് ഗ്രോത്തിലേക്ക് അവരെ വിഷനറിയിലേക്ക് നയിക്കുന്ന ഒരു എത്തിക്കാം. കമ്പനിയാണ് ഇപ്പോൾ നിങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. എക്സാക്ട്ലി ക്ലിയർ ഡിസ്ക്രിപ്ഷൻ ആണത്. സോ വി ഹാവ് സോ ഫാർ സ്റ്റാർട്ടഡ് വിത്ത് 3 ബിസിനസ്സസ്. ആഹാ. അത് ഗ്രോ ചെയ്യാന്നുള്ള ഒരു ഫേസിലേക്ക് അവരെ കൊണ്ടുപോവാണ്. ബട്ട് വി ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഡിസ്കഷൻസ് ആൻഡ് ഡിസിഷൻസ് ഓൺലി വി മേക്ക്. സോ ഈ ടീം ഇരുന്നിട്ട് വി ഡിസൈഡ് ഇതിനെ എങ്ങനെ ഗ്രോ ചെയ്യാൻ പറ്റും എന്നുള്ള കംപ്ലീറ്റ്ലി ഡേറ്റയിൽ നിന്ന് എടുത്തതിന് ശേഷം ദെൻ എ പ്രൊജക്ഷൻ പ്ലാൻ ഫോർ ദം. ഡാറ്റ ഒരു മേഖല നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഡിസ്കസ് ചെയ്തിട്ടില്ല. ഉം. ഡാറ്റ ആൻഡ് പ്രൊക്യൂർമെന്റ്. ഡേറ്റ ആൻഡ് പ്രൊക്യൂർമെന്റ് ഇപ്പോഴും നമ്മളൊരു ഒരു ഡീറ്റെയിലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് പ്രൊക്യൂർമെന്റ് ഇറ്റ് സെൽഫ് ഈസ് എ ബിഗ് തിങ്. അതെ. ആൻഡ് ദിസ് പെർട്ടിക്കുലർ പേഴ്സൺ സലാം അവന് ഡങ്കിയിൽ നിൽക്കുന്ന സമയത്ത് 72 സ്റ്റോഴ്സിലേക്കുള്ള ഫുൾ പ്രൊക്യൂർമെന്റ് അവനെ എത്തിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഡങ്കിൻ ഹാസ് ബിഗ് സെയിൽസ് നമ്പേഴ്സ് എന്നോ. സോ അവർക്കത് അത്രയും ഇന്റർനാഷണലി സാധനങ്ങൾ എത്തിക്കാൻ ഹി വാസ് വെരി കേപ്പബിൾ. സോ അവൻ്റെ കയ്യിൽ കുറേ ഡേറ്റ ഉണ്ട്. സോ വാട്ട് ഐ വുഡ് സേ, ഇവിടെ ഡേറ്റ പേപ്പറിൽ എക്സൽ ഷീറ്റിലല്ല കിടക്കുന്നത്. അവൻ അറിയാം എങ്ങനെ കാര്യങ്ങൾ നടത്തണം. ദാറ്റ് ഈസ് ദ ഡേറ്റ ഹി ഹാസ് അപ്ലൈഡ് ഇൻ ദിസ് ബിസിനസ്സസ്. ഇപ്പോൾ ഒരു ബിസിനസ്സിൽ പോയി കഴിഞ്ഞാൽ വാട്ട് ഡു ദേ നീഡ്, അവരെന്തൊക്കെ സാധനങ്ങൾ എവിടെ നിന്നൊക്കെ വരുത്തിക്കുന്നുണ്ട്, അത് ബെറ്റർ ആയിട്ട് എങ്ങനെ എത്തിക്കാൻ പറ്റും. ദിസ് ഇസ് ഓൾറെഡി ഡേറ്റ, ബട്ട് ഇത് എക്സൽ ഷീറ്റിൽ കിടക്കുന്നില്ല. ഇല്ല. ദിസ് ഇസ് എക്സ്പീരിയൻസ്. സോ എക്സ്പീരിയൻസ് ഈസ് ഓൾസോ ഡേറ്റ. അപ്പൊ നിങ്ങളുടെ ഈ പുതിയ സംരംഭം ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആവുന്നത് നിലവിലുള്ള ബിസിനസ്സുകാരുടെ ഗ്രോത്തിനാണെന്ന് എനിക്ക് തോന്നുന്നു. മോസ്റ്റ്ലി യെസ്. ഡാറ്റ അവിടെ ഉണ്ട്. rather than starting from the scratch, അവർക്ക് ഡേറ്റ ഉണ്ട്. വി ക്യാൻ ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് സീ വാട്ട് ഈസ് ഹാപ്പനിങ്. നമ്മൾ പെട്ടെന്ന് വന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത ഒറ്റയടിക്ക് ഒരു ബിസിനസ്സും മുന്നോട്ട് പോവില്ല. ഇല്ല. ഇറ്റ് ഹാസ് ടു ബി ബേസ്ഡ് ഓൺ ഡേറ്റ ഡ്രിവൺ ഡെസിഷൻ. നമ്മളത് നോക്കി മനസ്സിലാക്കി എത്രത്തോളം ഗ്രോ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു റിയലിസ്റ്റിക് നമ്പറിലേക്ക് എത്തണം. rather than having എനിക്ക് ഇത്ര ഇപ്പം റവന്യൂ ഉണ്ട്, ഐ വോണ്ട് ടു റീച്ച് ഹിയർ എന്ന് പറയുന്നതിന് കാരണം ഡേറ്റ ബേസ്ഡ് ചിലപ്പോൾ ഇവിടം വരെ ആയിരിക്കും, ചിലപ്പോൾ ഡേറ്റ അനുസരിച്ച് ചിലപ്പോൾ അതിന് മുകളിലായിരിക്കും. യു നെവർ നോ. ഇപ്പൊ ഡാറ്റയെ കുറിച്ച് പറയുമ്പോൾ ഒരു റെസ്റ്റോറന്റിൽ നമ്മൾ പോയി ഉം. ഡാറ്റ പരിശോധിച്ചു. ഉം. പൊതുവെ നമുക്കൊരു ധാരണയുണ്ട് ബീഫും പൊറോട്ടയാണ് ഏറ്റവും കൂടുതൽ വെക്കുന്നത്. യഥാർത്ഥത്തിൽ അവർ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചിക്കൻ കറിയും പൊറോട്ട ആയിരിക്കും കൂടുതൽ അതെ പോയിട്ടുണ്ടാവുക. കോംബോസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഈസി അല്ലേ ആക്ച്വലി. ഞാൻ ആലോചിക്കാറുണ്ട് റെസ്റ്റോറൻറ്റ്സിനൊക്കെ വളരെ സിമ്പിളാ. ഈ പൊറോട്ടയും ബീഫും എന്ന് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ അകത്ത് കൂടെ ഇനി എന്ത് പോവും, ചായ അല്ലെങ്കിൽ ജ്യൂസ് പോകുമെന്നുള്ള. നിങ്ങൾ കസ്റ്റമർ ഓൾറെഡി ഡേറ്റ കിടക്കുന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഓൾറെഡി ഇഷ്ടപ്പെടുന്ന ചായയാണ്, പിന്നെ നിങ്ങൾ എന്തിനാ ജ്യൂസ് കൊടുക്കുന്നത്? അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താ സുഖം എന്ന് പറഞ്ഞാൽ കസ്റ്റമറിന് ഇഷ്ടപ്പെട്ട സാധനം നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ റവന്യൂ എന്തായാലും കൂടൂലേ. അതെ. സോ ആ ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള വളരെ സിമ്പിൾ ഡെസിഷനാണ് ഇപ്പോൾ എടുത്തത്. വളരെ ചെറിയൊരു കാര്യമാണ്, ബട്ട് ഇറ്റ് ലിറ്ററലി എഫക്ട് ദ കസ്റ്റമർ ഇൻ എ വെരി പോസിറ്റീവ് വേ. അപ്പോൾ ഡാറ്റ ഒരു മാസ്റ്റർ പ്ലാൻ ആണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ നിങ്ങൾക്ക് ഏത് കളിമണ്ണ് പോലെയാണ്, നിങ്ങൾക്ക് ഏത് രൂപത്തിലും ഒരു ബിസിനസ്സിനെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഡെഫിനറ്റ്ലി ഡേറ്റ എടുത്ത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ കാലത്ത് യു ഡോണ്ട് നീഡ് 2 to 3 hours. ഇപ്പോൾ ക്ലൗഡ് എഐയും പല സോഫ്റ്റ്വെയർസും ഉള്ളതുകൊണ്ട് യു ക്യാൻ അനലൈസ് ഇറ്റ് ഈവൻ ഫാസ്റ്റർ. ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാലോ, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്. ഇപ്പോൾ എല്ലാ ബിസിനസ്സുകാരും വാട്ട് ഈസ് നെക്സ്റ്റ്, എന്താണ് ഫ്യൂച്ചർ. ചിലപ്പോൾ അവരുടെ അടുത്ത് നല്ല പ്രൊഡക്റ്റ് ഉണ്ടാവാം, പ്രീമിയം ആവാം, നല്ല പ്രൈസിങ് ആവാം, പക്ഷെ സ്റ്റക്കായി നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവർക്ക് എന്ത് സൊല്യൂഷനാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക, നിങ്ങൾ ഈ പുതിയ കമ്പനി? സെയിം തിങ്. ഇപ്പം എന്താണ് നടക്കുന്നത് ആദ്യം മനസ്സിലാക്കണം. ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ട്, ബട്ട് പാസ്റ്റിൽ എന്താ നടന്നുകൊണ്ടിരുന്നത്? പാസ്റ്റിൽ അവരുടെ പ്രൊജക്ഷൻ, അവരുടെ സെയിൽസ് അല്ലെങ്കിൽ റവന്യൂ, അവരുടെ ജേണി എങ്ങനെയായിരുന്നു, ആ ജേണീനെ ബേസ് ചെയ്തിട്ട് ബാക്കി തീരുമാനിക്കണം. ഇപ്പോൾ ഫിറ്റ്നസ് സ്റ്റുഡിയോയിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ ദേ ഹാഡ് ജേണി ഇൻ 2024. പക്ഷേ 2024 കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ദേ വർ നോട്ട് ഡൂയിങ് ടു മച്ച്. സോ അതിൻ്റെ പ്രൊജക്ഷൻ പ്ലാൻ 2025 ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് റൈറ്റ്. ബിക്കോസ് അത് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഓഫ് ഡിഫറെൻറ്റ് റീസൺസ്. 2025 ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്ത് വർക്ക് ചെയ്ത് കൊണ്ടുവന്ന സാധനം പിന്നെ ഞാൻ എൻ്റെ വർക്കിൻ്റെ മേലെ പ്രൊജക്റ്റ് ചെയ്യുക. സോ ഇറ്റ് ഹാസ് മോർ റെലവൻസ്. 2024 കമ്പയർ ചെയ്യാനേ പറ്റില്ല. ദാറ്റ് ഈസ് ദ തിങ്. സോ പാസ്റ്റിൽ എന്ത് നടന്നു നോക്കണം. ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഇഫ് യു ആർ ഗോയിങ് ഡൗൺ ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ദ കറന്റ് സിറ്റുവേഷൻ. ഇറ്റ് വിൽ കം ബാക്ക് അപ്പ് വരുന്ന സമയത്ത് എപ്പോഴാണോ തിരിച്ചു വരുന്നത് യു ഷുഡ് ബി റെഡി ടു വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഈ ഒരു അവസരത്തിൽ ഏജൻസീസിനെ ചൂസ് ചെയ്യണോ, അതല്ല നിങ്ങളെപ്പോലത്തെ ഡാറ്റ അനാലിസിസിന് ചൂസ് ചെയ്യണോ? എന്താണ് ഏജൻസീസ് കൊടുക്കുന്ന റോങ് മെസ്സേജ് അല്ലെങ്കിൽ റൈറ്റ് മെസ്സേജ്? there is nothing right or wrong here.
ഞങ്ങളൊരു ഏജൻസി എന്നുള്ള രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. ഐ വുഡ് ജസ്റ്റ് സ്ട്രെസ് ഓൺ വൺ പോയിന്റ് റാദർ ദാൻ ഫോക്കസിങ് ഓൺ അസ്. ഏജൻസീനെ പറയുന്ന സമയത്ത് ഐ വുഡ് സേ ഡിഫറെൻറ്റ് കമ്പനീസ് ദേ ഗോ ടു ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് ഏജൻസീസ്. ലെറ്റ്സ് സേ പെർഫോമൻസ് ആഡ്സ്, യൂഷ്വലി അവർ അതിനാ വിസിബിലിറ്റി പോകും, കൂട്ടുക. അതിന് വേണ്ടിയിട്ട് ആഡ്സ് ചെയ്യാൻ വേണ്ടി പോകും. അതെ. So you pay a retainer fee, you expect them to do a lot of things, അതെ. but if you don't give visibility from your end, marketing agency എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡ് ദ ക്ലയൻസ് എന്താ റീസൺ, വൈ ഡിഡ് ദേ കം ടു ദം, അതിന്റെ ഒരു ഗോൾ ഉണ്ടാവും. ആദ്യം understand ക്ലയന്റിനെ the goal. പഠിക്കാൻ ഏജൻസി തയ്യാറാവണം. എക്സാക്ട്ലി ഞാൻ എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ ഏജൻസിക്ക് പറഞ്ഞു കൊടുക്കാൻ ബ്രാൻഡും തയ്യാറാവണം. എക്സാക്ട്ലി. ആൻഡ് ത്രൂ ഔട്ട് ദ പ്രോസസ്, ഇത് ഫസ്റ്റ് ഒരു മീറ്റിംഗിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു എനിക്ക് ഇത്ര വേണം, ഓക്കെ വി വിൽ ഡു ദിസ് എന്ന് പറയുന്നതിന് പകരം ത്രൂ ദ പ്രോസസ് ഏജൻസി, ഇഫ് ഇറ്റ് ഈസ് പെർഫോമൻസ് ആഡ്സ്, വാട്ട് ദേ സീ ഈസ് റീച്ച്, ഇംപ്രഷൻ, കോസ്റ്റ് പെർ റിസൾട്ട് ഒക്കെ ഉണ്ടാവുള്ളൂ. ആക്ച്വലി ആ ബിസിനസ്സിന് എന്താണ് അതിനോട് കാര്യം ഉണ്ടായെന്ന് ബിസിനസ്സിനെ അറിയുള്ളൂ. അവർ വർക്ക് ടുഗെദർ ചെയ്താൽ ദെൻ ഇറ്റ് വിൽ സസ്റ്റെയിൻ. അല്ലെങ്കിൽ യൂഷ്വൽ സെനാരിയോയിൽ 3 months അല്ലെങ്കിൽ 6 months കഴിയുമ്പോൾ ഏജൻസി മാറും, അടുത്ത ഏജൻസി അതെ. കൊണ്ടുവരും. അപ്പോൾ നോബഡി മേക്ക് എനിത്തിങ് ഫ്രം ദാറ്റ്. ടൈമും മണിയും ഇൻവെസ്റ്റഡ് ആയി. ഇവിടെയും സംഭവിക്കേണ്ടത് ഡാറ്റ അനാലിസിസ് ആണ്. ഏജൻസി തമ്മിലായാലും ബ്രാൻഡ് തമ്മിലായാലും ശരിക്കും പറഞ്ഞാൽ ഡാറ്റ ഒരു ബിസിനസിന്റെ ഷെയറിംഗ് ആണ്. ഷെയറിംഗ് ആണ്. Sharing of the data between themselves. So no, there is a NOC there where NDA kind of thing is there if you are sharing a lot of data, but give them insights, I'm saying, not the data itself. Full data ആർക്കും കൊടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല, ഇല്ല. ഇൻസൈറ്റ്സ് കൊടുക്കണം. വാട്ട് ഡിഡ് ദാറ്റ് പെർട്ടിക്കുലർ ക്യാമ്പയിൻ ഓർ ദ എഫേർട്ട് ഫ്രം ദ ഏജൻസി ഓർ ഹൂവർ ഇറ്റ് ഈസ് ഡൂയിങ്, അത് ബിസിനസ്സിന് എന്ത് എഫക്റ്റ് ഉണ്ടാക്കി. പോസിറ്റീവ് ആവും, നെഗറ്റീവ് ആവും. പോസിറ്റീവ് ആണെങ്കിൽ എത്ര പോസിറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ എത്ര നെഗറ്റീവ്. നെഗറ്റീവ്സ് ഉണ്ടാവും, ബട്ട് ദേ വിൽ ബി വേസ് ടു മേക്ക് ദാറ്റ് നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ ഒരു ഏജൻസിനെ ചൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ റെസ്റ്റോറൻ്റ് ആണ്, അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ മാത്രം എക്സ്പീരിയൻസ് ഉള്ള ഏജൻസി ആകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമല്ലേ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ദേ വിൽ ബി മോർ Convenient. അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഇപ്പം ഡ്രോപ്പ് 10 ഞാനൊരു ഫിറ്റ്നസ് ബേസ്ഡ് ആയിട്ടുള്ള ഏജൻസിനെ എടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഫിറ്റ്നസ് മാത്രമേ അവർ ചെയ്യുള്ളൂ, വേറൊരു ക്ലയൻറ്റിനെ അവർ എടുക്കുന്നില്ല. സോ ദേ ആർ വെരി എക്സ്പേർട്സ് ഇൻ ദാറ്റ്, വെരി ഈസി ടു കമ്മ്യൂണിക്കേറ്റ്, ദേ നോ വാട്ട് ദേ ആർ ഡൂയിങ്. അവർ കുറേ ചെയ്തിട്ടുണ്ട്, സോ ദേ ക്യാൻ അപ്ലൈ ദ സെയിം. സോ അവരുടെ പ്ലേ ബുക്ക് ഓഫ് ദ ഫിറ്റ്നസ് ഉണ്ട്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞ ഡാറ്റ എന്ന് പറഞ്ഞ ഒരു ബിസിനസിന്റെ ജാതകം എന്ന് വേണം പറയാം, ഇൻ എ സെൻസ് യെസ്. അല്ലേ? യാ യാ. അപ്പൊ അതിന്റെ പാസ്റ്റ് ഹിസ്റ്ററി നമ്മളെ കയ്യിലുണ്ട്, ആ. പ്രസന്റിൽ എന്ത് നടക്കുന്നു, എന്താണ് നമുക്ക് ഫ്യൂച്ചറിൽ ചെയ്യാൻ പറ്റുക. ഇപ്പോഴത്തെ ഇതാണ് ഒരു സിറ്റുവേഷനിൽ ബാക്കി ബിസിനസ്സസിന് വാട്ട് ഐ വുഡ് സേ ഈസ്, നിങ്ങളുടെ പാസ്റ്റ് യു ഹാഡ് എ ഗുഡ് ഗ്രോത്ത് പ്ലാൻ ഏർലിയർ ആൻഡ് യു ഹാഡ് സം ഡേറ്റ ബിഫോർ എന്നാണെങ്കിൽ പ്രസന്റ് സിറ്റുവേഷനെ അധികം കൺസിഡർ ചെയ്യാതെ ഇത് തിരിച്ചു വരുന്ന സമയത്ത് യു ഷുഡ് ബി റെഡി. അതെ. വീണ്ടും ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് ബി റെഡി വിത്ത് ദ റൈറ്റ് ടൂൾസ്. ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ കൊറോണ ഉണ്ടായിട്ടുണ്ട്, 2008 റിസഷൻ ഉണ്ടായിട്ടുണ്ട്. ഉം. ഇതൊക്കെ ദുബായ് ഇന്നലെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് പോലെ തിരിച്ചു വന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. എക്സാക്ട്ലി. ഇപ്പം ഒരൊറ്റ പോയിന്റും കൂടി അതിനകത്ത് പറയാം. എയർബിഎൻബിയിൽ ഇപ്പം എന്താ നടക്കുന്നതെന്ന് അറിയാം. പല എയർബിഎൻബിസും ഇപ്പോൾ ക്ലോസ് ഡൗൺ ചെയ്യുന്നുണ്ട്. ക്ലോസ് ഡൗൺ ചെയ്യുന്ന ഇൻ ദ സെൻസ് ദേ ആർ ബീങ് അക്വയർഡ്. ആ. ബിഗ്ഗർ നെയിംസ് അവരുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ട്. വാട്ട് ദേ ആർ ഡൂയിങ് ഈസ് കറൻ്റ്ലി നല്ലോണം റൺ ചെയ്യുന്ന എയർബിഎൻബിസ് നല്ല എയർബിഎൻബിസിനെ കോൺടാക്ട് ചെയ്തിട്ട് കറന്റ് സിറ്റുവേഷനിൽ യു ആർ നോട്ട് ഏബിൾ ടു മേക്ക് ബുക്കിംഗ്സ് ആൻഡ് ഓൾ, വി നോ ദാറ്റ് വി ആർ റെഡി ടു അക്വയർ യു നല്ലൊരു പ്രൈസിൽ. കറക്റ്റ്. ഇപ്പോൾ ഈ പ്രോബ്ലംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾ ഓഫ് ദം ഹൂ അക്വയർഡ് ദം അവരൊക്കെ നല്ലോണം ഗ്രോ ചെയ്യും. എനിക്ക് കണ്ടിന്യൂസ് കോൾസാണ്, ബിക്കോസ് എനിക്ക് ഗൂഗിൾ മാപ്പിൽ ഐ ആം ഇപ്പോഴും സ്റ്റിൽ അവരെന്നെ വിളിച്ചിട്ട് യുവർ എയർബിഎൻബി ലുക്സ് നൈസ്, വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ അക്വയറിങ് യുവർ ബിസിനസ്. നല്ലൊരു വലിയ കുഴപ്പമില്ലാത്തൊരു പ്രൈസിന് അക്വയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ചെയ്തു വെച്ച ഒരു അടിപൊളിയായിട്ടുള്ള സെറ്റപ്പ് റെഡിമെയ്ഡ് ആയിട്ട് അവർക്ക് കിട്ടും. നാളെ മുതൽ അവർക്ക് അതിൻ്റെ അകത്ത് നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും. സോ ഇപ്പോൾ അക്വയറിങ് നടക്കുന്നത് ആ ബിസിനസ്സിൽ. സോ ഡിഫറെൻറ്റ് ബിസിനസ്സസ് ദേ ആർ കോപ്പിംഗ് ഓൾറെഡി. സോ യു നീഡ് ടു ഹാവ് യുവർ പ്ലാൻസ്. എനിക്ക് തോന്നുന്നു ദുബായിലെ റിയൽ എസ്റ്റേറ്റിലും ഇത് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മോസ്റ്റ്ലി യെസ്. ചില ആള് വയസ്സായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. അതെ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഓരോ സെക്ടറിലും അതിന് ഡിഫറെൻ്റ് ആണ്. എയർബിഎൻബിൻ്റെ ഈ സെക്ടർ ഞാനിപ്പോൾ റിവീൽ ചെയ്തതാണ്. എല്ലാവർക്കും അറിയില്ല ആ ഒരു സെക്ടറിൽ എന്താ. ആ സെക്ടറിൽ ഇതാണ് നടക്കുന്നത്. ബിഗ്ഗർ നെയിംസ് വിൽ സ്റ്റേ. Those others who cannot survive, they will be replaced, they will be acquired by someone else. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഗുണമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇനി ഫ്യൂച്ചറിലേക്ക് എന്ത് എന്നുള്ളൊരു വെൽ പ്ലാൻഡ്
പ്രിപ്പറേഷനിലാണ് നമ്മളുള്ളത്. അങ്ങനെ ഡെഫിനറ്റ്ലി തന്നെ ആയിരിക്കും ഓരോ ബിസിനസ്സുകാരും എനിക്ക് തോന്നുന്നു. കൊറോണ ടൈം ആണെങ്കിൽ പോലും ഞാൻ കൊറോണ ടൈമിൽ കംപ്ലീറ്റ്ലി വർക്കിംഗ് ഫ്രം ഹോം ആണ്. ഞാൻ അപ്പം എന്ത് ചെയ്തറിയോ, ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ എനിക്കൊരു പാഷനായിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ ആ സമയത്ത് തലഭാഗത്തു നിന്ന് ഒരു ബർഗർ ഓർഡർ ചെയ്തിട്ട് ആ. അതിൻ്റെ ഫുൾ ഫോട്ടോസ് എടുത്തിട്ട് ബ്രാൻഡിനെ അയച്ചു കൊടുത്ത്, ബ്രാൻഡ് വിളിച്ചിട്ട് ലെറ്റ്സ് മീറ്റ് കൊറോണ ടൈമിൽ. സോ ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ്. നമ്മൾ പല സിറ്റുവേഷനിൽ യു നീഡ് ടു ഫൈൻഡ് യുവർ വേ ടു കോപ്പ് അപ്പ് വിത്ത് ഇറ്റ്. അപ്പോൾ ആ സമയത്ത് എനിക്കവിടെ ഒരു എന്താ പറയുക, ഒരു റവന്യൂ ജനറേഷൻ എന്നുള്ള അല്ല ആലോചിച്ചത്. ഐ നീഡ് ടു ഡു സംതിങ് rather than sitting ജസ്റ്റ് ഐഡിൽ. വെറുതെ ഇരിക്കുന്നതിന് പകരം ഐ വോണ്ടഡ് ടു ഡു സംതിങ്. അതർ സ്കിൽസ് എന്തൊക്കെയാണ്? അത് സ്കിൽസ് കുറേ ഉണ്ട്. ഐ എം എ ഡാൻസർ. ഞാൻ ഇവൻറ്റ്സിനൊക്കെ പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് കുറഞ്ഞിട്ട് ഐ ഹാവ് ടു ഗോ ബാക്ക് ടു ഇറ്റ്. ഞാനൊരു സൂംബ ട്രെയിനറാണ്. ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഭയങ്കര പാഷനായിട്ട് വെക്കുന്നതാണ്. ഐ എം എ ലൈറ്റ് പെയിൻറ്റർ. ലൈറ്റ് പെയിന്റർ. എന്താണ് ലൈറ്റ് പെയിന്റർ ആക്ച്വലി? ലൈറ്റ് പെയിൻറ്റിങ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫി. ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊറോണയിലാണ് ഐ ഗോട്ട് ഇൻട്രൊഡ്യൂസ് ടു ലൈറ്റ് പെയിൻറ്റിങ്. ബട്ട് അതിൻ്റെ അകത്ത് ഞാൻ കുറേ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ട്രൈ ചെയ്തു. ഐ എം എ ലൈറ്റ് പെയിൻറ്റർ ഇൻ ദ സെൻസ് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി. ആളെ വെച്ചിട്ട് ഞാൻ ലൈറ്റ് പെയിൻറ്റിങ് ചെയ്യാം. സോ കുറേ ആൾക്കാർ, ദർ ഇസ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ഡു ലൈറ്റ് പെയിൻറ്റിങ്. വളരെ കുറച്ച് ആൾക്കാരെ സബ്ജക്ട്സിന് വെച്ച് ചെയ്യാറുള്ളൂ, ബിക്കോസ് ഇറ്റ് ഈസ് ഹാർഡ്. സോ എൻ്റെ കുറേ പിക്ചേഴ്സ് ഉണ്ട് വേർ ഐ ഹവ് സ്പെൻഡ് 2 to 3 minutes ടു ടേക്ക് 1 ഫോട്ടോ. ഓ, ആ ഒരു 3 മിനിറ്റിൽ ഇഫ് ഐ ഡു സംതിങ് റോങ് ദെൻ ഐ ഹാവ് ടു ഡു അനദർ 3 minutes. സോ ഒരു 2-3 മണിക്കൂറിനോട് ഐ മേക്ക് അറൌണ്ട് 10-15 ഫോട്ടോസ് ആ റേഞ്ചിൽ എടുക്കാറുള്ളൂ. ബട്ട് ഐ പ്രിഫർ ഡൂയിങ് ഇറ്റ് വിത്ത് പീപ്പിൾ. ഓ, അവരുടെ ഇപ്പം ഞാൻ ആലോചിക്കുന്നത് ഐ വോണ്ട് ഡു വിത്ത് പീപ്പിൾ വിത്ത് ദെയർ കേപ്പബിലിറ്റീസ്. അവർ എന്താണ് അവരെ പോർട്രേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ആ ലൈറ്റിലൂടെ പോർട്രേ ചെയ്യാം. ഈ ലൈറ്റ് പെയിന്റിങ് വഴി ബിസിനസ് ബ്രാൻഡിങ്ങിനെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? In the sense we cannot use it directly into business and all. This is just a added thing. I do it for different businesses. Product photography use ചെയ്യാൻ പറ്റും. Because product photography currently ഇപ്പം AI കാര്യങ്ങളുള്ളതുകൊണ്ട് they are getting replaced. A lot of things are getting replaced. അതെ. But add something which is good enough for that. നിങ്ങൾ ആഡ് ചെയ്ത് കഴിയുന്ന സമയത്ത് you are adding more value, not than AI. But if you compare it to AI, you are also doing things. You are also growing. So with AI, grow yourself. ഈ ലൈറ്റ് പെയിന്റിങ് ഏതെങ്കിലും പ്രദർശനം അല്ലെങ്കിൽ കോമ്പറ്റീഷൻ അങ്ങനെ എന്തെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ? ലൈറ്റ് പെയിൻറ്റിംഗ് ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ബട്ട് ഐ എം എ പ്രീമിയം മെമ്പർ ഇൻ നിക്കോൺ. സോ നിക്കോണിൻ്റെ ഇവൻറ്റ്സിന് അവർ ഡിഫറെൻറ്റ് ഷൂട്ട്സിനൊക്കെ കൊണ്ടുപോകാറുണ്ട്. ആൻഡ് ഐ ഹാവ് ഡൺ എ ലോട്ട് ഓഫ് പിക്ചേഴ്സ്. ഞാനിപ്പം മിന്നൽ മുരളി റിലീസ് ചെയ്ത സമയത്ത് ഞാൻ അതിൻ്റെ ഒരു ലൈറ്റ് പെയിൻറ്റിങ് ചെയ്തിട്ട് അവരൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ശരി. സോ ഇപ്പൊ ലാസ്റ്റത്തെ മഴയത്ത് നിങ്ങളുടെ സ്റ്റാറ്റസിൽ കുറച്ച് ഫോട്ടോസ് കണ്ടല്ലോ. അത് പാനിങ് ഫോട്ടോഗ്രാഫി. എഗെയിൻ ആ മഴയത്ത് വേറെ ഒന്നും ചെയ്യാനില്ല, വീട്ടിലിരിക്കല്ലേ, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, വേറെ എന്തെങ്കിലും പുതിയ ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ പാനിങ് ഫോട്ടോഗ്രാഫി മുമ്പ് ട്രൈ ചെയ്തു, കഴിഞ്ഞ മഴയത്തും യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ ലൊക്കേഷൻ മാറി. ഞാൻ ഷാർജയിലപ്പോൾ ഉള്ളത്, മുമ്പ് ദുബായിലായിരുന്നു. ഷാർജയിലെ വൈബ് ഒന്നുകൂടി രസമാണ്, അപ്പോൾ ഞാൻ വീണ്ടും അത് ചെയ്തു. സോ ഡു സംതിങ് ഐ വുഡ് സേ. എന്തെങ്കിലുമൊക്കെ ഹോബീസ് എപ്പോഴും കൂടെ ഉണ്ടാവണം. ഞാനും ഇതുപോലെ ഒരു പോഡ്കാസ്റ്റിൽ ഇരുന്നിട്ടുണ്ട്. നിങ്ങളെ ബ്രദറാണ് അതിന്റെ ഹോസ്റ്റ്, ഷാൻ. ഷാൻ എന്താണ് നിങ്ങളെ പഠിപ്പിച്ചത്? ഞാൻ കണ്ട ഒരു ഹൈലി എനർജറ്റിക്, മോട്ടിവേറ്റഡ്, എന്താ പറയാ, ക്രിയേറ്റീവ് ഒരു മുതലാണ് സാധനം. അതെ അതെ. ഇവിടെ ഞാൻ വർക്ക് ദുബായിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഷാൻ്റെ കൂടെയാണ്. സോ ഷാൻ ഹീ ടോൾഡ് മീ എ ലോട്ട് ഓഫ് തിങ്സ്, ഹീ ടോട്ട് മീ എ ലോട്ട് ഓഫ് തിങ്സ്. അതിൻ്റെ അകത്ത് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഈസ് വാല്യൂ. ആർക്കാണെങ്കിലും വാല്യൂ കൊടുത്തോണ്ടേ ഇരിക്കുക. ഇറ്റ് വിൽ കം ബാക്ക് സം അതർ ഡേ. എന്തെങ്കിലും വരും. ജസ്റ്റ് കീപ് ഗിവിങ് വാല്യൂ. അപ്പോൾ അന്ന് ആ പഠിച്ച സാധനം ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ സോഷ്യൽ മീഡിയ ആഡ്സ് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ ഓപ്പറേഷൻസ് മാത്രം ചെയ്യുക, മാർക്കറ്റിംഗ് മാത്രം ചെയ്യുക. ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്. വേർ ദർ ഈസ് മോർ വാല്യൂ. എനിക്കത് ചെയ്യാൻ ബെറ്റർ ആക്കും, അല്ലെങ്കിൽ വേറൊരാളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും തോന്നുകയാണെങ്കിൽ എവിടൊക്കെ എന്തൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ടോ എല്ലായിടത്തും പോയി നോക്കുക. ഇഫ് യു ക്യാൻ ഡു സംതിങ്. അതുവഴി നമ്മൾ എവിടെയൊക്കെ കണക്ട് ആവാന്നുള്ളത് നമുക്ക് പോലും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ഡോണറ്റ് തിന്നുകൊണ്ടിരുന്ന, ഞാൻ ഡെയിലി ഡോണറ്റ് തിന്നുമായിരുന്നു, അവിടുന്ന് നേരെ ഫിറ്റ്നസ്സിലേക്കാണ് പോയത്. അതെ. സോ ഇറ്റ്സ് അബൌട്ട് വാല്യൂസ്. അല്ലെങ്കിൽ അവർ എന്നെ വിശ്വസിച്ച് ഡോണറ്റ് മീൻസ് F&Bന്ന് എന്നെ ഫിറ്റ്നസ്സിലേക്ക് കൊണ്ടുവരില്ല. ഇറ്റ്സ് അബൌട്ട് ദ വാല്യൂസ് ഐ ഗേവ്. അന്ന് ഷാൻ പറഞ്ഞ ആ സെയിം സാധനം അന്ന് പറഞ്ഞതുകൊണ്ടാണ് ഐ കെപ്റ്റ് ഓൺ ഡൂയിങ് ദാറ്റ്. ഇറ്റ് കെയിം ബാക്ക് ആഫ്റ്റർ എ ലോങ് ടൈം, ബട്ട് ഇറ്റ് കെയിം ബാക്ക്. ഇ-കോം ഷോ ഒരുപാട് ആളുകളുടെ ലൈഫ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഗസ്റ്റിനെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നിട്ട് അവരുടെ ബിസിനസ് ആയാലും റിലേഷൻഷിപ്പ് ആയാലും ഫ്രണ്ട് സർക്കിൾ ആയാലും ഭയങ്കരമായിട്ടുള്ളൊരു ഗ്രോത്ത് അവർക്ക് കൊടുക്കാൻ ആ ഒരു പ്ലാറ്റ്ഫോമിന് പറ്റിയിട്ടുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി. അത് ഇനിയും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്ന, എൻ്റെ ഒരു അറിവാണ്, ആദ്യമായിട്ട് ജ്വല്ലറി ഇ-കോമേഴ്സ് ചെയ്തത് ഷാനാണെന്ന് തോന്നുന്നത്. ജസ്റ്റ് സ്റ്റാർട്ടഡ് നൗ. അതെന്താവും എന്നുള്ളത് കമ്മിങ് ഡേയ്സിൽ അറിയാം.
അതുപോലെ വസീമും ഉം. ഷാഹിനും ടീമും ഉം. ഒരുപാട് ബിസിനസ്സിന് വാല്യൂസ് കൊടുത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇൻഷാല്ലാ. താങ്ക് യു സോ Thank മച്ച്. you. Thank you for your time.